താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ ജോയിനിങ്. നമ്മൾ ലൈവ് തുടങ്ങുന്നതിന് മുമ്പും തുടങ്ങിയതിന് ശേഷവും ഒരുപാട് പ്രശ്നങ്ങളാണ്. ഇന്നൊരു വളരെ വിചിത്രമായ ഒരു കാഴ്ച കണ്ടു. കേരളത്തിലെ യുക്തിവാദി സംഘടനകളിൽപ്പെട്ട ഒരു ടീച്ചർ ഇസ്ലാമിനെയും അവരുടെ മതഗ്രന്ഥമായ ഖുറാനെയും ഒക്കെ വിമർശിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് അവരുടെ സ്വാതന്ത്ര്യം അവർ ചെയ്തു. അത് ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ അത് ഷെയർ ചെയ്തു. കുറച്ച് പേര് വളരെ അഭിനന്ദിച്ചു, വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അഭിനന്ദിക്കുന്നു. അപ്പം അതേ ടീച്ചർ തന്നെ ബൈബിളിനെയും യേശുവിനെയും വിമർശിച്ചും പരിഹസിച്ചും ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടും ഇവർ പറയണം നന്നായെന്ന്. ഇപ്പം നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതാണ്. അപ്പം ആ രീതിയിൽ ഒരിക്കലും നമ്മൾ വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുന്നവരാകരുത്. മതങ്ങൾ തമ്മിലുള്ള താരതമ്യങ്ങളോ പഠനങ്ങളോ ഒക്കെ ആകാം. പക്ഷേ അവര് തെളിയിക്കാൻ ശ്രമിക്കുന്നത് ദൈവം ഇല്ല എന്നുള്ളതാണ്. ദൈവമില്ല എന്ന് അവർ തെളിയിക്കുന്നുണ്ട്. ഇവിടെ ദൈവത്തിനോ ദൈവവിശ്വാസത്തിനോ ദൈവവിശ്വാസികൾക്കോ ദോഷമൊന്നും വരുന്നില്ല. പക്ഷേ താൽക്കാലികമായി ജയമുണ്ടാകാൻ വേണ്ടി അതിനു പോലും ജയ് വിളിക്കുന്ന ഇവരുടെ ആ ഇരട്ടത്താപ്പ് അത് നമ്മൾ കാണാതെ പോകരുത്. അങ്ങനെ ചെയ്യാനുള്ള വലിയ മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൊറോണയുടെ ഭീതി ലോകം മുഴുവൻ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ ധാരാളം ആളുകൾ കൊറോണ ബാധിതരാകുന്നു. വളരെയധികം ആളുകൾ മരിച്ചു. കേരളത്തിൽ ആരും മരിച്ചില്ലെങ്കിലും അമേരിക്കയിൽ മലയാളികൾ മരിക്കുന്നു. കേരളത്തിലുള്ളതിനേക്കാൾ ഭീതികരമായ അവസ്ഥയാണ് അമേരിക്കയിലുള്ളത്. പിന്നെ കൊറോണ അപ്ഡേറ്റ്സ് ഒക്കെ യൂട്യൂബ് ചാനലുകളും മറ്റ് ചാനലുകളും ഒക്കെ മത്സരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അതേക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഇന്നത്തെ വായനാ ഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ധാരാളം വായനാ ഭാഗങ്ങളുണ്ട്. അതിൽ നമുക്ക് ആദ്യമായിട്ട് യെശയ്യാ പ്രവചനം 51 അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ആണ്. യെശയ്യാ പ്രവചനം 51 അധ്യായം 1 മുതൽ 8 വരെ. ഇന്ന് നമ്മുടെ ഒരു വായനാഭാഗമായിരുന്നു 2 കൊരിന്ത്യർ 6 അധ്യായം 1 മുതൽ. ഇന്ന് യാദൃശ്യമായിട്ട് നമ്മുടെ സജിത്ത് ബ്രദറിന്റെ ലൈവിൽ അതേ വാക്യമായിരുന്നു അദ്ദേഹം വ്യാഖ്യാനിച്ചത്. അപ്പം ഞാൻ പിന്നീട് സജിത്തിനെ വിളിച്ച് ചോദിച്ചു, ലക്ഷണറി നോക്കിയിട്ടാണോ സജിത്ത് വാക്യം? അപ്പോൾ സജിത്ത് 2 കൊരിന്ത്യൻസ് കണ്ടിന്യൂസ് പഠിപ്പിച്ചു വരികയാണ്. ഇന്ന് യാദൃശ്യമായിട്ട് ഈ സെയിം ദിവസം അതേ വായനാഭാഗം ഒത്തു വന്നതാണ്. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു സജിത്ത് എടുത്തത് 2 കൊരിന്ത്യൻസ് 6 നിന്ന്. യെശയ്യാ 51 1 മുതൽ 8 വരെ. നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. നിങ്ങളുടെ പിതാവായ അബ്രഹാമിങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായിങ്കിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു, അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു. യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു, അവൻ അതിന്റെ സകല ശൂന്യസ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ചു. അതിന്റെ മരുഭൂമിയെ ഏദനെ പോലെയും അതിന്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെയും ആക്കുന്നു. ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീത ഘോഷവും അതിൽ ഉണ്ടാകും. എന്റെ ജനമേ, എന്റെ വാക്ക് കേൾപ്പീൻ. എന്റെ ജാതിയെ എനിക്ക് ചെവി തരുവീൻ. ഉപദേശം എങ്കിൽ നിന്ന് പുറപ്പെടും. ഞാൻ എന്റെ ന്യായത്തെ വംശങ്ങൾക്ക് പ്രകാശമായി സ്ഥാപിക്കും. എന്റെ നീതി സമീപമായിരിക്കുന്നു. എന്റെ രക്ഷ പുറപ്പെട്ടിരിക്കുന്നു. എന്റെ ഭുജങ്ങൾ വംശങ്ങൾക്ക് ന്യായം വിധിക്കും. ദ്വീപുകൾ എനിക്കായി കാത്തിരിക്കുന്നു.
എൻ്റെ ഭുജത്തിൽ അവർ ആശ്രയിക്കുന്നു. നിങ്ങളുടെ കണ്ണ് ആകാശത്തിലേക്ക് ഉയർത്തുവീൻ, താഴെ ഭൂമിയെ നോക്കുവീൻ. ആകാശം പുക പോലെ പൊയ്പോകും, ഭൂമി വസ്ത്രം പോലെ പഴകും, അതിലെ നിവാസികൾ കൊതുക് പോലെ ചത്തുപോകും. എന്നാൽ എൻ്റെ രക്ഷ എന്നേക്കും ഇരിക്കും, എൻ്റെ നീതിക്ക് നീക്കം വരികയുമില്ല. നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ എൻ്റെ ന്യായപ്രമാണമുള്ള ജനവുമായുള്ളവരെ, എൻ്റെ വാക്കു കേൾപ്പീൻ. നിങ്ങൾ മനുഷ്യരുടെ നിന്ദയെ ഭയപ്പെടരുത്, അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയും അരുത്. പുഴു അവരെ വസ്ത്രത്തെ പോലെ അരിച്ചുകളയും, കൃമി അവരെ കമ്പിളിയെപ്പോലെ തിന്നുകളയും. എന്നാൽ എൻ്റെ നീതി ശാശ്വതമായും എൻ്റെ രക്ഷ തലമുറ തലമുറയായും ഇരിക്കും. ഇതാണ് ഇന്നത്തെ വായന ഭാഗത്തിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം. യെശയ്യായുടെ പ്രവചനം 51 അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരും ആയുള്ളവരെ, എൻ്റെ വാക്ക് കേൾപ്പി. ദൈവത്തെ അന്വേഷിക്കുക. സീക്ക് ദ ലോർഡ്. എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് ദൈവത്തിങ്കിൽ നിന്ന് കൽപ്പന വന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. സീക്ക് മൈ ഫേസ്, സീക്ക് മൈ ഫേസ്. എൻ്റെ മുഖം അന്വേഷിപ്പീൻ. യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാരുണ്ടോ എന്നറിയുവാൻ ദൈവം ഭൂമിയിലേക്ക് നോക്കുന്നു. അപ്പം ബുദ്ധിമാൻ ആരാണ്? യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് അറിയേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിലെങ്ങും പരതി സഞ്ചരിക്കുന്നു. ഇരുപത്തിയേഴാമത്തെ സങ്കീർത്തനം ദാവീദിന്റെ ഒരു പ്രധാനപ്പെട്ട സങ്കീർത്തനമാണ് 27-ാം സങ്കീർത്തനം. അവിടെയാണ് എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നൊക്കെ ദാവീദ് പറയുന്നത്. അപ്പൊ അതില് 27-ാം സങ്കീർത്തനത്തിൽ 8-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയാണ്, എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്ങളിൽ നിന്ന് കൽപ്പന വന്നു എന്നെൻ്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. നമ്മുടെ ഈ തിയോളജിയില്, ഗ്ലോറിയസ് ഗോസ്പലില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഫേസ് ഓഫ് ദ ലോർഡ്. കാരണം ദൈവത്തോട് മുഖാമുഖം ഇരുന്ന പുത്രൻ ഭൂമിയിലേക്ക് വന്നു. ദ സൺ ഹു വാസ് ഫേസ് ടു ഫേസ് വിത്ത് ദ ഫാദർ. ദൈവത്തോട് മുഖാമുഖം ഇരുന്നു. ദൈവത്തിൽ നിന്ന് ആദാം മുഖം തിരിച്ചു കളഞ്ഞു. ദാറ്റ് ഈസ് സിൻ. ദൈവം ആദാമിനെ വിളിച്ചു, ആദമേ, ടേൺ ഹിസ് ഫേസ്. അപ്പൊ എന്താണ് മാനസാന്തരം? എന്താണ് രക്ഷയുടെ അനുഭവം? ദൈവത്തിങ്കിലേക്ക് മുഖം തിരിക്കുക. ഇതാണ് ബൈബിൾ ഡിസ്കസ് ചെയ്യുന്ന ആശയം. അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. അതാണ് സർപ്പത്തെ, മരുഭൂമിയിൽ പിച്ചുള്ള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തും. അപ്പൊ അവങ്കിലേക്ക് നോക്കുന്നവർ, പിന്നെ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പൊ ഇത് നമ്മുടെ മുഖത്തിന്റെ വിഷയവുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ ഹോൾ ഗോസ്പൽ അല്ലെങ്കിൽ ഹോൾ ബൈബിൾ അല്ലെങ്കിൽ ഹോൾ മെസ്സേജ്. നമ്മുടെ ഗോസ്പൽ, നമ്മൾ അവതരിപ്പിക്കുന്ന ഗ്ലോറിയസ് ഗോസ്പലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കീ വേർഡാണ് ഫേസ് എന്നുള്ളത്. മുഖം. ഇപ്പൊ ദൈവത്തിന്റെ മുഖത്തോട് മുഖം നോക്കിയിരുന്നു. ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ്. വേർഡ് വാസ് വിത്ത് ഗോഡ്. വേർഡ് വാസ് ഫേസ് ടു ഫേസ് വിത്ത് ഗോഡ്. അപ്പൊ ആദിയിൽ വചനം ദൈവത്തോട് മുഖാമുഖമായിരുന്നു, കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നു. അപ്പൊ നമ്മളെ വീണ്ടും ആ ദൈവത്തോട് മുഖാമുഖം ഇരിക്കാൻ പ്രാപ്തി നൽകുന്നതാണ് സുവിശേഷം. അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുക. ഇപ്പൊ ദാവീദ്
നമ്മൾ പലപ്പോഴും ദാവീദിനെ പറ്റി പറയും, അദ്ദേഹം ഓൾഡ് ടെസ്റ്റമെന്റിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണെങ്കിലും ന്യൂ ടെസ്റ്റമെന്റ് റെവലേഷൻ ഉണ്ടായിരുന്നു ദാവീദിന്. അതുകൊണ്ടാണ് ഓൾഡ് ടെസ്റ്റമെന്റിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദാവീദ് ന്യൂ ടെസ്റ്റമെന്റ് റെവലേഷനാണ് പറയുന്നത്. മുഖം അന്വേഷിപ്പീൻ. മുഖം. സ്പിരിച്വാലിറ്റി 2 സ്ട്രീമിൽ പോകും. യാക്കോബ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. യാക്കോബ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ബഥേൽ ചെന്നു. ലൂസ്. അമ്മയുമായിട്ട് വലിയ അറ്റാച്ച്മെന്റ് ആയിരുന്നു യാക്കോബിന്. അമ്മയുമായിട്ടുള്ള ബന്ധമെല്ലാം പോയി, സുരക്ഷിതത്വം പോയി. ലൂസിൽ വെച്ച് യാക്കോബ് പരിഭ്രാന്തനായി. യാക്കോബ് അവിടെ ഒരു നേർച്ച കഴിക്കുന്നുണ്ട്. അവിടെ ഒരു കല്ലെടുത്തു വെച്ചു. ആ കല്ലിൽ എണ്ണയൊഴിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഭയങ്കര വിഗ്രഹാരാധനയാണ് നടത്തിയത്. കാരണം കൽക്കുരിശിങ്കൽ എണ്ണ ഒഴിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ജാതീയമാണെന്ന് പറയുന്നത്. ഇപ്പൊ യാക്കോബ് എന്ത് ജാതീയമാണ് കാണിച്ചെന്ന് മനസ്സിലാക്കുക. ദൈവം അവന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് യാക്കോബ് ആ സ്ഥലത്തിന് ഒരു ദർശനം കണ്ടു. ദർശനം കണ്ടിട്ട് യാക്കോബ് ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടു. യാക്കോബ് അവിടെ ദൈവത്തോട് ഒരു കോൺട്രാക്ട് വെച്ചു. ദൈവത്തോടൊരു കോൺട്രാക്ട്. എന്താണ് ദൈവത്തോട് വെച്ച ഉടമ്പടി? നീ എന്നെ അനുഗ്രഹിച്ച് എന്നെ നടത്തിയാൽ എനിക്ക് കിട്ടുന്നതിന്റെ എല്ലാം ദശാംശം ഞാൻ നിനക്ക് തരാം. അപ്പൊ അതാണ് ബഥേൽ. ബഥേൽ എന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് ദ ലോർഡ് എന്നാണ് അർത്ഥം. ഹൗസ് ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഭവനം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ബൈത്ത് അധികം ഏൽ. ബൈത്ത് ഏൽ. ബൈത്ത് എന്ന് പറഞ്ഞാൽ വീടാണ്, ഏൽ എന്ന് പറഞ്ഞാൽ ദൈവം. ബൈത്തേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഭവനം. ദൈവത്തിന്റെ വീട്ടില് സമൃദ്ധി, അനുഗ്രഹങ്ങൾ, ഐശ്വര്യം, ബ്ലെസ്സിങ്സ്, പ്രോസ്പെരിറ്റി. അതാണ് ബഥേൽ. ഒരു കോൺട്രാക്റ്റാണ്. ആ സ്പിരിച്വാലിറ്റിയിൽ എനിക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ്. എനിക്കെന്ത് കിട്ടും. അങ്ങനെ അവൻ ലാബാന്റെ വീട്ടിൽ പോയി, അമ്മാച്ചന്റെ വീട്ടിൽ പോയി. ലാബാന്റെ വീട്ടിൽ ചെന്നിട്ട് അവിടെ എന്ത് ചെയ്തേ? അവിടെ 2 പെണ്ണുങ്ങൾക്കും കുറച്ച് ആടുമാടുകൾക്കും വേണ്ടി അടിമപ്പണി ചെയ്തു. ഈ ലോകത്തിലെ മനുഷ്യന്റെ ചിത്രമാണ് യാക്കോബിന്റെ ലാബാന്റെ വീട്ടിലെ ചിത്രം. രാപകൽ മഞ്ഞുകൊണ്ടും വെയിലുകൊണ്ടും വെളിമ്പറമ്പിൽ താമസിച്ചും. എന്റെ വാക്കല്ല, യാക്കോബിന്റെ വാക്കാണ്. യാക്കോബ് തന്റെ ജീവിതത്തെ 20 വർഷത്തെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. ഞാൻ ഈ വർഷങ്ങൾ മുഴുവൻ കഷ്ടപ്പെട്ടു. എന്തിനാ? 2 പെണ്ണ് കിട്ടി, കുറച്ച് ആടുമാട് കിട്ടി. അവസാനം പ്രാണഭയത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അവിടെ നിന്ന് രക്ഷപ്പെട്ട് യാബോക്കിന്റെ കടവിൽ വന്നപ്പോൾ കടവിനപ്പുറത്ത് ഏശാവ് കാത്തിരിപ്പുണ്ട്. യാക്കോബിന് പേടിയായി. ലാബാന്റെ കൈ കിട്ടിയാൽ ലാബാൻ പിടിക്കും. അപ്പൊ അമ്മാച്ചനും ചേട്ടനും ഇടയ്ക്ക് നിൽക്കുകയാണ്. 2 പ്രശ്നമാണ്. റിലേഷൻസ് എല്ലാം ബ്രോക്കണാണ്. ജ്യേഷ്ഠനുമായിട്ടുള്ള ബന്ധം തകർന്നുപോയി. അപ്പനുമായിട്ടുള്ള ബന്ധം തകർന്നുപോയി. സ്വപ്ന, ഈ ഫോൺ ഒന്നെടുത്തേ. വേഗമാ. ഹലോ, തിരിച്ചു തരണത് ഫോൺ. ഇനി വേണം എനിക്ക് ഫോൺ. അപ്പം അപ്പനുമായിട്ടുള്ള ബന്ധം തകർന്നുപോയി. ചേട്ടനുമായിട്ടുള്ള ബന്ധം തകർന്നുപോയി. അമ്മാച്ചനുമായിട്ടുള്ള ബന്ധം തകർന്നുപോയി. പക്ഷെ ഇഷ്ടം പോലെ പൈസയുണ്ട്. നിങ്ങളിപ്പോ യാക്കോബിനെ കണ്ടോ? യാക്കോബ് യബോക്കിന്റെ കടവിൽ നിൽക്കുകയാണ്. യാക്കോബ് നോക്കുമ്പം ബഹുസമ്പന്നനാണ്, ഇമ്മൻസ്ലി റിച്ചാണ്. ആടുമാടും ഒട്ടകവും കഴുതയും സ്വർണവും വെള്ളിയും പൊന്നും എല്ലാം ഉണ്ട്. പക്ഷെ റിലേഷൻഷിപ്പ് ഒന്നുമില്ല.
ചില ആളുകൾ അങ്ങനെയാണ്, ഒരുപാട് പണം ഉണ്ടാക്കും, പൈസ എല്ലാം ഉണ്ട്, എല്ലാം സംഗതി സെറ്റപ്പാണ്, പക്ഷേ റിലേഷൻസ് എല്ലാം ബ്രോക്കണാണ്, ബ്രോക്കൺ റിലേഷൻഷിപ്പ്. യാക്കോബ് കണ്ടത് ഹൗസ് ഓഫ് ദ ലോർഡാണ്, ബഥേലാണ്. എനിക്കെന്ത് കിട്ടുമെന്നുള്ളത് അവൻ ചിന്തിച്ച്. യബോക്കിന്റെ കടവിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടവൻ, ദൈവത്തിന്റെ ഒരു ദൂതനുമായിട്ട് യാക്കോബ് രാത്രി മുഴുവൻ മല്ല് പിടിക്കുകയാണ്. യാക്കോബ് പറയാണ്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അപ്പൊ ഈ 20 വർഷം അവൻ ഏത് തരത്തിലുള്ള അനുഗ്രഹമാണ് സീക്ക് ചെയ്തത്? 20 വർഷം അവൻ ചോദിച്ചത് മുഴുവൻ അവന് കിട്ടി. അവൻ വർദ്ധിച്ചു, അവൻ അനുഗ്രഹിക്കപ്പെട്ടു, അവൻ വർദ്ധിക്കപ്പെട്ടു, അവൻ അനുഗ്രഹിക്കപ്പെട്ടു. അവൻ പെണ്ണുങ്ങളെ കിട്ടി, ആടുമാട് കിട്ടി, വെള്ളി കിട്ടി, പൊന്നു കിട്ടി, എല്ലാം കിട്ടി. പക്ഷേ 20 വർഷത്തിനിപ്പുറത്ത് അവൻ മനസ്സിലായി അവന് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല. അവൻ പറഞ്ഞു, ബ്ലസ് മീ ലോർഡ്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. ബ്ലസ് മീ ലോർഡ്. അവന്റെ തൊടയുടെ തടം തൊട്ടു അവനൊരു ഉളുക്കുണ്ടായി എന്ന് പറഞ്ഞ, ഇനി മുതൽ നിന്റെ നടപ്പിനൊരു ഉളുക്ക് എന്ന് പറഞ്ഞാൽ, ഇന്ന് വരെ നടന്ന ആ വേഗതയിൽ, ആ പേസിൽ, ആ ഒരു ഡിറക്ഷനിൽ നീ ഇനി പോകത്തില്ല. നേരം വെളുത്തു. ബഥേലിൽ നിങ്ങൾ വായിക്കുമ്പം സൂര്യൻ അസ്തമിച്ചു. ബഥേലിൽ സൂര്യൻ അസ്തമിച്ചു. പക്ഷെ ഇവിടെ യബോക്കിന്റെ കടവിൽ എഴുതിയിരിക്കുക, അപ്പോൾ സൂര്യൻ ഉദിച്ചു. ഇത് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ ആണെങ്കിൽ അതിനകത്ത് ഒരു ആത്മീക അർത്ഥമുണ്ട്. ബഥേലിൽ യാക്കോബിന്റെ ആത്മീക സൂര്യൻ അസ്തമിക്കാൻ 20 വർഷം അവൻ ഇരുട്ടിലായിരുന്നു. ബ്ലെസ്സിങ്, പ്രോസ്പെരിറ്റി, ഫ്ലറിഷിങ്, ഇൻക്രീസിങ്, ടൈത്തിങ്, റിസീവിങ്, ഗിവിങ്, സീഡ്, സോവിങ്, റീപ്പിങ്, ബ്ലെസ്സിങ്. 20 വർഷം ഇതായിരുന്നു പരിപാടി. 20 വർഷം ഇതായിരുന്നു അസ്തമിച്ച സൂര്യൻ. 20 വർഷം മുമ്പ് ജാക്കോബിന്റെ ജീവിതത്തിൽ അസ്തമിച്ച സൂര്യൻ യബോക്കിന്റെ കടവുങ്കൽ ഒരു മുടന്തോടുകൂടെ ഉദിച്ചു വന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ സൂര്യൻ ഉദിച്ചു. ബഥേലിൽ അസ്തമിച്ച ആ സൂര്യൻ പെനിയേലിൽ വന്നപ്പോൾ ഉദിച്ചു. യാക്കോബ് ആ സ്ഥലത്തിനൊരു പേരിട്ടു. 20 വർഷം മുമ്പ് തന്നെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ കണ്ടു, ദൈവത്തിന്റെ കയ്യിലേക്ക് നോക്കിയ യാക്കോബ് ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടെങ്കിൽ തന്റെ കാലുളുക്കി, ഫിസിക്കലി ഹി ബിക്കെയിം ക്രിപ്പിൾഡ്. പക്ഷെ സ്റ്റിൽ ആ സ്ഥലത്തിന് യാക്കോബ് ഒരു പേരിട്ടു. ആ സ്ഥലത്തിന് യാക്കോബ് ഇട്ട പേരാണ് പെനിയേൽ. പെനിയേൽ എന്ന് പറഞ്ഞാൽ ഫേസ് ഓഫ് ദ ലോർഡ്, ദൈവത്തിന്റെ മുഖം. ഹൗസ് ഓഫ് ദ ലോർഡ് അല്ല. അവൻ ബഥേലിൽ ഒരു ദർശനമാ കണ്ടത്, അനുഗ്രഹത്തിന്റെ ദർശനം. പക്ഷെ പെനിയേലിൽ വന്നപ്പം കേവലം ദർശനമല്ല, ദൈവവുമായിട്ട് നേരിട്ട് ഇടപെടുകയാണ്. ദൈവവുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ടാകുകയാണ്. ദൈവവുമായിട്ട് നേരിട്ട് ഇടപെട്ടു. അപ്പോൾ അവൻ ആ സ്ഥലത്തിന് ഫേസ് ഓഫ് ദ ലോർഡ് എന്ന് പേരിട്ടു. ഫേസ് ഓഫ് ദ ലോർഡ്, ദൈവത്തിന്റെ മുഖം. ഇപ്പം ഈ യാക്കോബ് ദൈവത്തിന്റെ കയ്യിലേക്കല്ല നോക്കുന്നത്. അപ്പൊ ഈ സ്പിരിച്വാലിറ്റിക്കകത്ത് 2 ലെവലുണ്ട്. സ്പിരിച്വാലിറ്റിയുടെ ആദ്യത്തെ ലെവലിൽ എല്ലാവരും ദൈവത്തിന്റെ കയ്യിലേക്കേ നോക്കത്തുള്ളൂ. എനിക്കെന്ത് കിട്ടും, എനിക്കെന്ത് കിട്ടും, എനിക്കെന്ത് കിട്ടും. എന്നിട്ട് പറയും, ഞാൻ ദശാംശം തരാം, ഞാൻ ദശാംശം തരാം. അപ്പൊ നീ എത്ര ബോഷ്കാണെന്ന് നിങ്ങൾ ഓർത്ത്. ദൈവമാണിത് എനിക്ക് തരുന്നത്. ഈ ലോകത്ത് ആരോടെങ്കിലും ചെന്ന് പറയാം, അതെ 10,000 രൂപ എനിക്ക് തരാമെങ്കിൽ ഞാൻ 1000 രൂപ നിനക്ക് തരാം എന്ന് പറഞ്ഞാൽ, അത് ഇതാണ് മനുഷ്യന്റെ കച്ചവട മനസ്സ്. നിങ്ങൾ ഓർത്തേ, ദൈവമേ 1000 രൂപ എനിക്ക് തരൂ, ഞാൻ 100 രൂപ നിനക്ക് തരാം. ഇതല്ല ടൈത്തിങ്. ദൈവമേ 1000 രൂപ എനിക്ക് തരൂ, ഞാൻ 100 രൂപ നിനക്ക് തരാം. അപ്പൊ എനിക്കെന്ത് കിട്ടും എന്നുള്ള ഒരു സ്പിരിച്വാലിറ്റിയാണ് നമ്മുടെ സ്പിരിച്വാലിറ്റി. എനിക്കെന്ത് കിട്ടും, അതിനപ്പുറത്തൊന്നും നോക്കുന്നില്ല. എനിക്കെന്ത് കിട്ടും. അപ്പൊ ആ ഒരു സ്പിരിച്വാലിറ്റിയാണ് ബഥേൽ സ്പിരിച്വാലിറ്റി.
അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇടയിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു പേരാണ് ബഥേൽ. സഭ തുടങ്ങിയാലും വീട് പണിതാലും ഒക്കെ ആളുകൾ ബഥേലിന് എഴുതി വെക്കും. കാരണം നല്ല സന്തോഷമാണ്, നമുക്ക് എന്തെങ്കിലും കിട്ടണം, അതാണ്, എന്തെങ്കിലും കിട്ടണം. ബഥേലിൽ അസ്തമിച്ച സൂര്യനാണ്. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ സൂര്യൻ അസ്തമിച്ചിരിക്കുക, ആത്മീക സൂര്യൻ അസ്തമിച്ചിരിക്കുകയാണ്. ആത്മീക സൂര്യൻ അസ്തമിച്ചിരിക്കുന്ന അന്ധകാരത്തിൽ അവർ നടക്കുന്നത് കൊണ്ട് ഭൗതിക സമ്പത്തിന്റെ പിന്നാലെ ആ അനുഗ്രഹം എനിക്ക് കിട്ടും, ഈ അനുഗ്രഹം, അത്തരം പ്രസംഗങ്ങൾ, ബ്ലെസ്സിങ്, ഡെലിവറൻസ്, ബ്ലസ്, ഇപ്പൊ അങ്ങനത്തെയാണ്. അത്തരം പ്രസംഗങ്ങൾക്കാണ് ഡിമാൻഡ്. അപ്പൊ അത് സൂര്യൻ അസ്തമിച്ചവന്റെ പ്രസംഗമാണ്. അവന്റെ ജീവിതത്തിൽ സൂര്യനില്ല, പക്ഷെ സൂര്യൻ ഉദിച്ചു, പിന്നീട് ദൈവത്തിന്റെ മുഖം കണ്ടു. യാക്കോബ് പറയാണ്, ഓ പെനിയേൽ, പെനിയേൽ. ഇസ്രായേലിൻ പരിപാലകൻ ഉറക്കം തോന്നുന്നില്ല. ഇസ്രായേലിൻ പരിപാലകൻ ഉറക്കം തോന്നുന്നില്ല. എന്റെ ദൈവം ഉറങ്ങുന്നില്ല, എന്റെ ദൈവം മയങ്ങുന്നില്ല, എന്റെ ദൈവം ഉറങ്ങുന്നില്ല, എന്റെ ദൈവം മയങ്ങുന്നില്ല. സൂര്യൻ അസ്തമിച്ചാലും പെനിയേലിൽ അത് വീണ്ടും ഉദിക്കുമല്ലോ. ബഥേലിൽ സൂര്യൻ അസ്തമിച്ചാലും പെനിയേലിൽ അത് വീണ്ടും ഉദിക്കുമല്ലോ. എന്നെ കാക്കുവാൻ, എന്നെ കരുതുവാൻ എൻ ദൈവം കൂടെയുണ്ട്. എന്നെ കാക്കുവാൻ, എന്നെ കരുതുവാൻ എൻ ദൈവം കൂടെയുണ്ട്. എന്റെ ദൈവം ഉറങ്ങുന്നില്ല, എന്റെ ദൈവം മയങ്ങുന്നില്ല. ബഥേലിൽ സൂര്യൻ അസ്തമിച്ചാലും പെനിയേലിൽ അത് വീണ്ടും ഉദിക്കും വരെ നമ്മെ കാത്ത് പരിപാലിക്കാൻ അന്ധകാരത്തിലൂടെ. യാക്കോബിന്റെ ലൈഫിൽ ആ സൂര്യൻ ബഥേലിൽ അസ്തമിച്ചു. ഹി ബിക്കെയിം ബ്ലൈൻഡ് ഓർ ഷോർട്ട് സൈറ്റ്, ഹ്രസ്വദൃഷ്ടിയുള്ളവനായി. അതാണ് പത്രോസിൽ എഴുതിയിട്ടുണ്ട്, ഹ്രസ്വദൃഷ്ടിയുള്ളവനാണ്, ഷോർട്ട് സൈറ്റഡ് ആണ്, ഏറ്റവും അടുത്തുള്ളതേ കാണുന്നുള്ളൂ, ലോങ് സൈറ്റ് ഇല്ല. താൽക്കാലികമായ നേട്ടങ്ങളും അനുഗ്രഹങ്ങളും കാണുന്നു, ടെമ്പററി ആൻഡ് ടെമ്പറൽ മാറ്റേഴ്സ്. അപ്പോ അതാണ് ബഥേലിൽ ആ സൂര്യൻ അസ്തമിച്ചു. പക്ഷേ ദൈവം അവന്റെ കൂടെ ഇരുന്നു. അവൻ ആഗ്രഹിച്ചതൊക്കെ അവന് കൊടുത്തു. അവൻ ആഗ്രഹിച്ചു പെണ്ണുങ്ങളെ വേണം, അത് കൊടുത്തു. ആടുപാടുകളെ വേണം, അത് കൊടുത്തു. സമ്പത്ത് വേണം, അത് കൊടുത്തു. വെള്ളി, പൊന്ന് എല്ലാം കൊടുത്തു. കൂടെ ഇരുന്ന് അനുഗ്രഹിച്ചു. കൂടെ ഇരുന്ന് അനുഗ്രഹിക്കുമ്പോഴും ദൈവം കാത്തിരിക്കുന്ന എന്താണെന്നറിയാമോ? ഇവന്റെ സൂര്യൻ ഉദിക്കുന്ന ദിവസത്തിന് വേണ്ടി, ഇവന്റെ പേര് മാറ്റുന്ന ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഓർക്കുന്നു ദൈവം എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. യെസ്, പക്ഷെ യു ആർ ഇൻ ഡാർക്ക്നെസ്. ഇരുട്ടിലിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഭൗതിക അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവർ ദൈവത്തെ കാണുന്നു എന്ന അർത്ഥമില്ല.
യാക്കോവിന്റെ ലൈഫിലേക്ക് നിങ്ങൾ നോക്കുക. യാക്കോവിന്റെ ജീവിതത്തിൽ ബഥേലിൽ അസ്തമിച്ച സൂര്യനാണ്. അവൻ ലാബാന്റെ വീട്ടിലാണ്. യാക്കോവ് ചിന്തിക്കുന്ന എന്നാ, ഓ ഐ ആം ബ്ലസ്ഡ്, ഓ ഐ ആം ബ്ലസ്ഡ്, ഐ ആം ഇമ്മൻസ്ലി ബ്ലസ്ഡ്, ഐ ആം ബ്ലസ്ഡ് മോർ ദാൻ മൈ ബ്രദർ ഈസാവ്, ഐ ആം ബ്ലസ്ഡ്, ഐ ആം ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. യെസ്. പക്ഷെ ദൈവത്തെ കാണുന്നില്ല. ദൈവത്തിന്റെ കൈയാ കാണുന്നേ. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വേദന നിങ്ങൾ നോക്കണം. ഈ ദൈവത്തിന്റെ കൈ മാത്രം നോക്കുക. ഒരപ്പം വീട്ടിലോട്ട് വരുമ്പോൾ എന്നും കയ്യിൽ വരുന്നത് ബേക്കറി സാധനം ഉണ്ടോ, പലഹാരം, ഇത് മാത്രമേ പിള്ളേർ നോക്കണം. മുഖത്തോട് നോക്കുന്നില്ല, ചിരിക്കുന്നില്ല, ഒരു ഉമ്മ കൊടുക്കുന്നില്ല. അപ്പം ഗോഡ് വാസ് വെയിറ്റിംഗ്. 20 വർഷത്തിനിപ്പുറത്ത് യാബോക്കിന്റെ കടയിൽ വെച്ച് യാക്കോബിനെ മുഖാമുഖം ദൈവം കണ്ടു. യാക്കോബ് ആ സ്ഥലത്തിന് പേരിട്ടു പെനിയേൽ. നോക്ക്, അവന്റെ ആ കൺവേർഷൻ കണ്ടോ. ബഥേൽ എന്ന ആ സ്ഥലത്തിന് പേരിട്ട യാക്കോബ് 20 വർഷത്തിനിപ്പുറത്ത് ഈ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടപ്പോൾ യാക്കോബിന്റെ പേര് ദൈവം തമ്പുരാൻ മാറ്റി ഇസ്രായേൽ എന്ന് പേരിട്ടു. ദൈവത്തിന്റെ പ്രഭു. ആരാണ് ദൈവത്തിന്റെ പ്രഭു? ദൈവത്തിന്റെ മുഖം കാണുന്നവനാണ്. ദൈവത്തിന്റെ കൈ കാണുന്നവൻ ദൈവത്തിന്റെ പ്രഭു അല്ല. അവൻ വെറും യാക്കോബാണ്, ഉപായിയാണ്, ചതിയനാണ്, വഞ്ചകനാണ്, കള്ളവേലക്കാരനാണ്, കപട അപ്പോസ്തലനാണ്, എതിർ ക്രിസ്തുവാണ്. നിങ്ങളെ അനുഗ്രഹിക്കും, അനുഗ്രഹം കിട്ടും. വെയ് രാജാവൈ, 1 വെച്ചാൽ 10, 10 വെച്ചാൽ 100, 100 വെച്ചാൽ 1000, ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം. കാശ് വെച്ചാൽ കാശ് കിട്ടും, നോക്കി നിന്നാൽ നോട്ടം കിട്ടും. സീഡ് വിതയ്ക്കൂ, സീഡ്. യാക്കോബ് അനുഗ്രഹത്തിന്റെ പിന്നാലെയായിരുന്നു, ആടുമാടുകളുടെ പിന്നാലെയായിരുന്നു. പക്ഷെ അവന്റെ ലൈഫ് ഡാർക്ക്നെസ്സിലായിരുന്നു. ഇപ്പൊ നിങ്ങൾ യാക്കോബിനെ നോക്ക്, ഒരു മുടന്നുണ്ട്. പഴയ പോലത്തെ കൃപയൊന്നുമില്ല. യാക്കോബിന്റെ കൃപയെല്ലാം നഷ്ടപ്പെട്ടു. പഴയ കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുപ്പിക്കാൻ, നോട്ടരട്ടിപ്പും ആടിന് ഇരട്ടിപ്പും ഒക്കെ ആയിരുന്നു. ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. എന്തൊരു ഗ്രേസ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ. അനോയിന്റിങ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അനോയിന്റിങ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ യാക്കോബിന് അനോയിന്റിങ്ങും ഇല്ല, അനുഗ്രഹവും ഇല്ല, ഒരു മുടന്ത് മാത്രമേ ഉള്ളൂ. പക്ഷേ അവന്റെ പേര് മാറി. ദൈവം ചോദിച്ചു, നിന്റെ പേരെന്താണ്? കള്ളനാ. കള്ളൻ എന്ന് പറഞ്ഞാൽ കള്ളത്തരം മാത്രമേ പറയത്തുള്ളൂ. സാക്ഷ്യം പറഞ്ഞാലും പ്രസംഗം പറഞ്ഞാലും നുണയാ, മുഴുവൻ നുണ. അവന്റെ അപ്പൻ ചോദിച്ചു, നിന്റെ പേരെന്നതാ? യാക്കോബ് പറഞ്ഞെന്നതാ? ഏശാവെന്ന്. നമ്മളവർക്ക് ഇവരെല്ലാം പരമഭക്തരാണ്, പക്ഷെ നുണ മാത്രമേ പറയത്തുള്ളൂ. ഭയങ്കര അനുഗ്രഹമാണ്, ബ്ലെസ്സിങ്. പേരെന്നാന്ന് അപ്പൻ ചോദിച്ചപ്പോ പറയാണ്, ഏശാവ്, ഏശാവ്. പിന്നെ ഒറ്റ കാര്യം ചോദിച്ചു. ഉപായം എല്ലാം കഴിഞ്ഞു, വഞ്ചന എല്ലാം കഴിഞ്ഞു, ദൈവത്തെ കളിപ്പിച്ചു, ഒരു കല്ലെ വെച്ച് ദശാംശം തന്നേക്കാമെന്ന് പറഞ്ഞു. 20 കൊല്ലം കഴിഞ്ഞപ്പം യബോക്കിന്റെ കടത്തീരത്ത് ദൈവം കണ്ടുമുട്ടി. ഒറ്റ ചോദ്യമാണ് ദൈവം ചോദിക്കുന്നത്, വാട്ട്സ് യുവർ നെയിം? ഇന്ന് ആ ചോദ്യം എല്ലാവരും ചോദിക്കും. ഒറ്റ ചോദ്യം, നിന്റെ പേരെന്താണ്? യാക്കോവിന്റെ അകത്തൊരു ബോംബ് പൊട്ടുവരെപ്പോയി. 20 കൊല്ലം മുമ്പ് അപ്പനോട് പറഞ്ഞ ഞാൻ ഏശാവാണ്. ഇപ്പം ദൈവം ചോദിക്കുക, നീ വാട്ട്സ് യുവർ നെയിം? ഞാൻ യാക്കോബ്. ഇവിടം കൊണ്ട് തീർന്നു നിന്റെ യാക്കോബ്. ഇവിടം കൊണ്ട് നിന്റെ യാക്കോബ് അവസാനിച്ചു. നിന്റെ പേര് ഇസ്രായേൽ. ദൈവത്തെ മുഖാമുഖം കാണുക. ദൈവത്തിന്റെ യാക്കോബ് പറഞ്ഞു, ഇത് പെനിയേൽ അല്ലാതെ മറ്റൊന്നുമല്ല, ഫേസ് ഓഫ് ദ ലോർഡ്. അപ്പൊ നമ്മുടെ സ്പിരിച്വാലിറ്റി ഹൗസ് ഓഫ് ദ ലോർഡിൽ നിന്ന് ഫേസ് ഓഫ് ദ ലോർഡിലേക്ക് മാറ്റണം. ഷിഫ്റ്റിംഗ് ആണ്, ഷിഫ്റ്റ് ചെയ്യപ്പെടുകയാണ്. ദൈവത്തിന്റെ കയ്യിലേക്കല്ല ഇനി നോട്ടം, ദൈവത്തിന്റെ മുഖത്തേക്കാണ്. അതാണ് ദാവീദ് ഇവിടെ ഞാൻ പറയുന്നത്. ഈ ന്യൂ ടെസ്റ്റമെന്റ് റെവലേഷനാണ്. ദാവീദ് പറയുകയാണ് 27-ാം സങ്കീർത്തനത്തിൽ, അവന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് അവങ്കൽ നിന്ന് കൽപ്പന വന്നിരിക്കുന്നു.
എൻ്റെ മനസ്സ് പറയുന്നു, അവന്റെ മുഖം അന്വേഷിപ്പി. സീക്ക് ഹിസ് ഫേസ്. എന്റെ ദൈവം മയങ്ങുന്നില്ല. സൂര്യൻ അസ്തമിച്ചാലും പെനിയേലിൽ അത് വീണ്ടും ഉദിക്കുമല്ലോ. ബഥേലിൻ സൂര്യൻ അസ്തമിച്ചാലും പെനിയേലിൽ അത് വീണ്ടും ഉദിക്കുമല്ലോ. എന്നെ കാക്കുവാൻ, എന്നെ കരുതുവാൻ എൻ ദൈവം കൂടെയുണ്ട്. എന്നെ കാക്കുവാൻ, എന്നെ കരുതുവാൻ ദൈവം കൂടെയുണ്ട്. എന്റെ ദൈവം ഉറങ്ങുന്നില്ല, എന്റെ ദൈവം മയങ്ങുന്നില്ല. എന്റെ ദൈവം ഉറങ്ങുന്നില്ല, എന്റെ ദൈവം മയങ്ങുന്നില്ല. ഇസ്രായേലിൻ പരിപാലകൻ ഉറക്കം തോന്നുന്നില്ല. ഇസ്രായേലിൻ പരിപാലകൻ ഉറക്കം തോന്നുന്നില്ല. എന്റെ ദൈവം ഉറങ്ങുന്നില്ല, എന്റെ ദൈവം മയങ്ങുന്നില്ല. എന്റെ ദൈവം ഉറങ്ങുന്നില്ല, എന്റെ ദൈവം മയങ്ങുന്നില്ല. രാത്രി തലയിണക്കല്ലെങ്കിലും എനിക്കവൻ സുഖനിദ്ര നൽകിയിടുമേ. ഈ രാത്രി തലയിണക്കല്ലെങ്കിലും എനിക്കവൻ സുഖനിദ്ര നൽകിയിടുമേ. എന്റെ മീതെ സ്വർഗം തുറന്നിടുമേ, ദർശന സൗഭാഗ്യം പകർന്നിടുമേ. എന്റെ മീതെ സ്വർഗം തുറന്നിടുമേ, ദർശന സൗഭാഗ്യം പകർന്നിടുമേ. എന്റെ ദൈവം ഉറങ്ങുന്നില്ല. നിങ്ങൾക്കൊരു ദൈവിക ദർശനം ഉണ്ടാകട്ടെ. ദൈവവുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ടാകുവാൻ, ഒരു ക്രൈസ്റ്റ് ഈവന്റ് ഉണ്ടാകുവാൻ ഈ ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ. ദൈവവുമായിട്ട് കണ്ടുമുട്ടുക. ഫേസ് ഓഫ് ദി ലോർഡ്. ഞാനിവിടെ പറയുന്നത് നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. ഇത് കഴിഞ്ഞ ദിവസം ഞാനൊരു വാക്യം പറഞ്ഞു. അതുപോലെ തന്നെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു, എന്നെ ചലഞ്ച് ചെയ്തതുമായ ഒരു വാക്യമാണ് ഈ വാക്യം. ഈ യെശയ്യാ 51 ഈ 1 വാക്യം ഞാൻ പല പ്രാവശ്യം, 100 കണക്കിന് എന്ന് പറഞ്ഞാൽ പോരാ, ഒത്തിരി അധികം പ്രാവശ്യം ധ്യാനിച്ചിട്ടുള്ള വാക്യമാണ്. യെശയ്യാ 51 1, 2, 3, 4 അല്ലല്ല, എത്രയോ പ്രാവശ്യം എൻ്റെ മനസ്സിൽ തിരിച്ചിട്ടും മറിച്ചിട്ടും തിരിച്ചിട്ടും ഇങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച വാക്യമാണ്. പലപ്പോഴും ആ വാക്യം വായിച്ച് ഞാൻ വികാരാധീനനായിട്ടുണ്ട്. ഈ വാക്യം, നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുകയും, ആ തിരിഞ്ഞു നോട്ടം,
ആ തിരിഞ്ഞുനോട്ടമാണ് ഞാൻ സുറിയാനി സഭയിലേക്ക് നോക്കിയത്. ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ ഇന്ന് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെ വെട്ടിയെടുത്ത ഖനിഗർഭത്തിലേക്ക് നോക്കുവിൻ, നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്ക് നോക്കുവിൻ, നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്ക് നോക്കുവിൻ. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മളൊരു വാക്യം വായിച്ചു, പുരാതന പാതകളിലേക്ക് ശ്രദ്ധിച്ചു നോക്കുവീൻ, അവയിൽ തന്നെ നടക്കുവീൻ. ഈ വായനകളിലൂടെ എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നമ്മെ മാതൃസഭയിലേക്ക് മടങ്ങിപ്പോകാൻ ക്ഷണിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതിനകത്ത് അന്യദേശത്ത് ഉള്ളവരുണ്ടെങ്കിൽ ഈ വാക്യം നിങ്ങൾക്കും ഒരു ചലഞ്ച് ആകട്ടെ. ഈ വാക്യം എന്നെ ചലഞ്ച് ചെയ്ത വാക്യമാണ്. കാരണം എൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിയ കുറേയേറെ ബൈബിൾ വാക്യങ്ങളുണ്ട്. ഇപ്പൊ എനിക്ക് സ്വസ്ഥതയ്ക്ക് ഒരു കുറവുമില്ല. ഇപ്പൊ എന്നെ ഒരു ബൈബിൾ വാക്യങ്ങളും മുള്ളു പോലെ കുത്തുന്നില്ല. മറ്റേ സ്വസ്ഥതയ്ക്ക് ഭംഗമാണ്. നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോഴാണ്, പെന്റെക്കോസ്തിലായിരുന്നെങ്കിൽ, പ്രസംഗിക്കുന്ന സമയത്താണെങ്കിൽ, അല്ലെങ്കിലും വെറുതെ ഇരിക്കുന്ന സമയത്തും ഒക്കെ ചില വാക്യങ്ങൾ മനസ്സിൽ പൊങ്ങി വരും. അത് നമ്മൾ ചിലപ്പോൾ അവഗണിക്കും. പക്ഷെ വീണ്ടും ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ ഇതെല്ലാം അവഗണിച്ച് മറന്ന് നടക്കുകയാണെങ്കിലും ചിലപ്പോൾ ബൈബിൾ തുറക്കുമ്പോൾ ഈ ഇങ്ങനെയുള്ള വാക്യങ്ങളുടെ ഭാഗങ്ങൾ വരും. യെശയ്യാ പ്രവചനം 51 പറയാണ്, നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്കും നിന്നെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നീ തിരിഞ്ഞു നോക്കുവീൻ. ഇപ്പൊ വലിയ പാസ്റ്ററൊക്കെ ആയിരിക്കും, ശുശ്രൂഷ, ഭയങ്കര ശുശ്രൂഷ, വിടുതൽ ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സുറിയാനി സഭയിൽ നിന്ന്, ഈ യാക്കോബായ സഭയിൽ നിന്ന്, അല്ലെങ്കിൽ കത്തോലിക്ക തിരുസഭയിൽ നിന്ന് ഒക്കെ പോയി നിങ്ങൾ ശുശ്രൂഷിക്കുന്നു എന്നാണ്. നിങ്ങൾ എന്ത് വിടുതലാണ് കൊടുക്കുന്നത്? നിങ്ങൾക്ക് എന്ത് വിടുതൽ കിട്ടി? നിങ്ങൾ ശുശ്രൂഷിച്ചേർത്ത് അവർക്ക് എന്ത് വിടുതൽ കിട്ടി? സ്വതന്ത്ര മനസ്സോടെ ഒന്ന് ചിന്തിച്ച്, എന്ത് ബ്ലെസ്സിംഗ് ആണ് ഈ 20 കൊല്ലം കൊണ്ട്, ഈ 20 കൊല്ലത്തെ ഇരുട്ടത്ത്. വാട്ട് കൈൻഡ് ഓഫ് ബ്ലെസ്സിംഗ് യു ഗോട്ട്? എന്ത് അനുഗ്രഹമാണ് കിട്ടിയത്? ഭാര്യ മക്കളും എല്ലാം ഉറക്കമാണ്, ആടുമാടുകളും എല്ലാം ഉറങ്ങുക രാത്രിയിൽ. ലേയയുടെ കൂടാരത്തിൽ ചെന്ന് നോക്കുക, ലേയ നല്ല ഉറക്കമാണ്. റാഹേൽ അതിനും ഭയങ്കര ഉറക്കമാണ്. പിള്ളേരൊക്കെ ഉറങ്ങുക. ഒറ്റ ആട് പോലും ഉണർന്നിരിപ്പില്ല, ആടുകളും എല്ലാം ഉറങ്ങുക. യാക്കോബിന് മാത്രം ഉറക്കമില്ല. അപ്പൊ 20 വർഷത്തിനിപ്പുറത്ത് ഈ മിനിസ്ട്രി മുഴുവൻ നടത്തി, ഡെലിവറൻസ് മിനിസ്ട്രി നടത്തി, ലാബാനെ അനുഗ്രഹിച്ചു. അവിടെ ബ്ലെസ്സിങ്, ഇവിടെ ബ്ലെസ്സിങ്, ഭയങ്കര ഇൻക്രീസ് എല്ലാം. പക്ഷെ ഇവന് സ്വസ്ഥതയില്ല. 20 കൊല്ലത്തിനിപ്പുറത്ത് ഉറങ്ങാതിരിക്കുന്നതാണോ അനുഗ്രഹം? 20 കൊല്ലത്തിനിപ്പുറത്ത് ഉറക്കം നഷ്ടപ്പെട്ട രാത്രിയാണോ അനുഗ്രഹം? യാക്കോബ് ദൈവത്തിന്റെ കാലെ കെട്ടിപ്പിടിച്ചിട്ട് പറയാം, ബ്ലസ് മീ ലോർഡ്. ലോകം മുഴുവൻ പുകഴ്ത്തിയാണ് ഇവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. എല്ലാവർക്കും അസൂയാണ് യാക്കോബിന്റെ ആടുമാടുകളുടെ വർധനം. സമ്പത്ത് വർദ്ധിച്ചു, അനുഗ്രഹിക്കപ്പെട്ടു. പക്ഷെ 20 വർഷത്തിനിപ്പുറത്ത് യാക്കോബ് തിരിച്ചറിഞ്ഞു, എനിക്കിപ്പോ അനുഗ്രഹം കിട്ടിയിട്ടില്ല. ബ്ലസ് മീ ലോർഡ്, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. വാട്ട്സ് യുവർ നെയിം? ജേക്കബ്. ജേക്കബ്, ലുക്ക് അറ്റ് മൈ ഫേസ്. നീ എന്റെ മുഖത്ത് നോക്ക്. ആ സ്ഥലത്തിന് യാക്കോബ് പേരിട്ടു പെനിയേൽ, ഫേസ് ഓഫ് ദ ലോർഡ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തിൽ നിന്ന് കേട്ടു എന്നാണ് അവകാശപ്പെടുന്നത്. അതിപ്പം കൊട്ടാരക്കരയിലെ ടിനു ജോർജ് ആണെങ്കിലും കോട്ടയത്തെ തങ്കു ബ്രദർ ആണെങ്കിലും അവകാശപ്പെടുന്നത് ദൈവത്തിൽ നിന്ന് കേട്ടു, പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു. (2020) നിങ്ങൾക്കെല്ലാം ഭയങ്കര അനുഗ്രഹമായിരിക്കും. ജനതകൾക്കും രാജ്യങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കും എല്ലാം അനുഗ്രഹം. ആളുകളെ വഞ്ചിക്കുന്നില്ലെന്നും തെറ്റൊന്നുമില്ല. അതൊക്കെ ലോകത്ത് എല്ലാ കച്ചവടക്കാരും ചെയ്യുന്ന.
പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞു എന്നൊക്കെ പറയുന്നത്, പരിശുദ്ധാത്മാവ് പറഞ്ഞെന്നാ പറയും. യാക്കോബേ, നീ എൻ്റെ മുഖത്ത് നോക്ക്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. യോഹന്നാൻ പറയാണ്, പിതാവിന്റെ മടിയിൽ അവന്റെ മുഖത്തോട് മുഖം നോക്കിയിരുന്ന പുത്രനാണ് നമുക്ക് അവനെ വെളിപ്പെടുത്തിയത്. മിനിസ്ട്രി അവസാനിപ്പിക്കുമ്പം നഗ്നനായി കുരിശിൽ കിടക്കുകയാണ്. സക്സസ്ഫുൾ മിനിസ്ട്രി. പൗലൂസ് മിനിസ്ട്രി അവസാനിപ്പിക്കുമ്പോൾ, മിനിസ്ട്രി തുടങ്ങിയപ്പം ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. താർസോസിലെ ശൗൽ എന്നാ പറയുന്നത്. താർസോസിലെ ശൗൽ എന്ന് പറഞ്ഞാൽ ശൗലിന്റെ അപ്പൻ കപ്പൽ കമ്പനി ഉണ്ടായിരുന്ന ആളാണ്. ഷിപ്പിംഗ് കോർപ്പറേഷന്റെ ഉടമസ്ഥനാണ്. സാനദ്രീൻ സംഘത്തിലെ അംഗമായിരുന്നു പൗലൂസ്. പൗലൂസിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞ എബ്രായരും ജനിച്ച് എബ്രായനും ബെന്യാമിൻ ഗോത്രക്കാരനും ഇസ്രായേൽ ജാതിക്കാരനും ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനും ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യനും ന്യായപ്രമാണത്തിലെ തീഷ്ണതത്വ സഭയെ ഉപദ്രവിച്ചതിനും ഗമാലിന്റെ കാൽക്കീരുന്ന് പഠിച്ചവനും 8-ാം നാളിൽ പരിച്ചതിനും ഏറ്റവും റോമാ പൗരത്വം ജന്മന സിദ്ധിച്ചവനും ഒരുപാട് യോഗ്യതകളുള്ള ഒരു മനുഷ്യൻ. എനിക്ക് ലഭിച്ച പരിജ്ഞാന നിമിത്തം ഞാൻ എല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണി. അവസാനത്തെ കത്തയക്കാണ് തിമോത്തിയോസിന്. അവസാനത്തെ കത്തയക്കുകയാണ്. കത്തയക്കുമ്പോൾ പറയാണ്, തിമോത്തിയോസെ, നീ വരുമ്പോൾ ത്രോവാസിൽ കർപ്പോസിന്റെ പക്കൽ ഞാൻ മറന്നുവെച്ച പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും കൊണ്ടുവരാൻ മറക്കണ്ട. അതിവിടെ കൊണ്ടുവരണം. മറന്നുപോയി. എന്റെ സ്വഭാവമാണെന്ന് തോന്നുന്നു പൗലൂസിന്. ഞാൻ എവിടെ പോയാലും എല്ലാം ഞാൻ ചെന്നിട്ടുള്ള വീട്ടിൽ എല്ലാവർക്കും അറിയാം. ഇവിടെയൊക്കെ ആണെങ്കിൽ ഞാൻ വീടുകളിൽ പോകുമ്പോൾ അവർ പിന്നെയും ചോദിക്കും, വല്ലതും മറന്നോ? എന്തെങ്കിലുമൊക്കെ എപ്പോഴും മറന്നുപോകും. പാവ പൗലൂസ് അവിടെ പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതവും മറന്നുപോയി. തിമോത്തിയോസിനോട് പറയാം, അത് എടുത്തോണ്ട് വരണം. നിങ്ങൾ 2 തിമോത്തി വായിക്കണം, അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ത്രോവാസിന്റെ പക്കൽ ഞാൻ മറന്നു വെച്ച. പക്ഷെ ആ ലേഖനം നമ്മളെ കണ്ണുനീരണിയിക്കുന്ന ഒരു ഭാഗമുണ്ട്. 2 തിമോത്തി തീരുമ്പം പൗലൂസിന്റെ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് എന്നാന്നറിയോ? ശീതകാലത്തിന് മുമ്പേ വരുവാൻ ഉത്സാഹിക്കുക. എന്തിനാ ശീതകാലത്തിന് മുമ്പ് വരുന്നേ? അതിന്റെ കാരണം അങ്ങ് പുറകെ കിടപ്പുണ്ട്. പുറകെ പറയുന്നുണ്ട്, പുതപ്പ് ഞാൻ അവിടെ എന്ന് പറഞ്ഞാൽ ഒറ്റ പുതപ്പേ ഉള്ളൂ. അത് ത്രോവാസി മറന്നിരിക്കുക. തിമോത്തിയോസ് ഈ പുതപ്പുമായിട്ട് ശീതകാലത്തിന് മുമ്പ് വന്നില്ലെങ്കിൽ തണുപ്പ് തുടങ്ങിയ പൗലൂസിന്റെ കാര്യം കഷ്ടത്തിലാവും. വേറെ പുതപ്പില്ല. തിമോത്തിയോസ് ചെന്നില്ല ആ ശീതകാലത്തിന് മുമ്പ്. തിമോത്തിയോസിന് എത്തിപ്പെടാൻ പറ്റിയില്ല. ശൈത്യം തുടങ്ങുന്നതിന് മുമ്പ് എത്തിപ്പെടാൻ പറ്റിയില്ല. പക്ഷേ ആ ശൈത്യം തുടങ്ങുന്നതിന് മുമ്പ് തന്റെ യജമാനൻ, വാഴ്ത്തപ്പെട്ട കർത്താവ്, ശീതവും ഉഷ്ണവും ഇല്ലാത്ത രാജ്യത്തേക്ക് പൗലൂസിനെ വിളിച്ചു ചേർത്തു. താൻ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. ആ ശൈത്യകാലം തുടങ്ങുന്നതിന് മുമ്പ്. ക്ഷേത്ര ദാറ്റ് ഈസ് ബ്ലസ്സഡ്നെസ്. ആരാണ്ട് ഇതിനകത്ത് കമന്റ് ചോദിച്ചു, എന്താണ് അനുഗ്രഹം? പൗലൂസിന് ആകെ ഉണ്ടായ സമ്പത്ത് അതായിരുന്നു. ആകെ ഉണ്ടായ സമ്പത്ത്. നമ്മുടെ മാർത്തോമാ സഭയുടെ അലക്സാണ്ടർ മെത്രാപ്പോലിത്ത, അതായത് നമ്മുടെ ക്രിസോസ്റ്റം മെത്രാപ്പോലിത്ത അതിന് മുമ്പ് ഇരുന്ന അലക്സാണ്ടർ മെത്രാപ്പോലിത്ത കാലം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ വിൽപത്രം, നമ്മുടെ ഭൗതിക സ്വത്തുക്കളൊക്കെ ആർക്കൊക്കെ കൊടുക്കണമെന്നുള്ള വിൽപത്രം, അലക്സാണ്ടർ മാർത്തോമാ മെത്രാപ്പോലിത്തയുടെ വിൽപത്രത്തിൽ ഒരു കാര്യമുണ്ടെന്ന്, ഒരു പേന, ആകെ ഒരു സമ്പാദ്യം ഒരു പേന ഉണ്ടെന്നു. ആ പേന അദ്ദേഹത്തിന്റെ അനിയന്റെ കൊച്ചുമോൾക്കോ മറ്റോ കൊടുത്തേക്കാൻ എഴുതി വെച്ചത്. അപ്പൊ ബിൽപത്രം എടുത്ത് നോക്കിയപ്പോൾ ആകെ ഉണ്ട് ഒരു പേനായി ഉണ്ടായിരുന്നു. നിങ്ങളുടെ പിതാവായ അബ്രഹാമിങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായിങ്കിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. പിതാക്കന്മാരിലേക്ക് നോക്കൂ.
അതെല്ലാം പിശാചാന്നാ പറയുന്നത്. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ എന്നെ ഒരു പെന്തക്കോസ്തുകാരൻ വിളിച്ചു. ഒന്നല്ല, 2-3 പെന്തക്കോസ്തുകാരാ. പെന്തക്കോസ്തുകാർ എന്ന് പറഞ്ഞാൽ എനിക്ക് പെന്തക്കോസ്റ്റിൽ ഒത്തിരി സ്നേഹിതരുണ്ട് ഇപ്പോഴും, വളരെ അടുത്ത സ്നേഹിതരാണ്. വെച്ചാൽ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ്, നന്നായിട്ട് അവിടെ അറിയപ്പെടുന്ന ആളുകളൊക്കെയാണ്. അപ്പം അവർ കുറേ പേര് ചേർന്ന് എന്നെ കോൺഫറൻസ് കോളിൽ വിളിച്ചു. ബൈ ദ വൈ, നമ്മുടെ ഗ്ലോറിയസ് ദർബാർ തുടങ്ങുകയാണ്, നിങ്ങളിൽ സൂം ആപ്പ് ഉള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യണം, നമുക്ക് വർത്തമാനമൊക്കെ പറയാൻ സൂം ആപ്പ് ഉണ്ട്, നമുക്ക് ചാറ്റ് സെഷൻ ഉണ്ട്, സൂം ആപ്പ് ഉള്ളവരെല്ലാം കോൺടാക്ട് ചെയ്യുക, ഞാൻ നമ്മുടെ ID തരാം. അപ്പോൾ ഇവരെന്നെ വിളിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പം പല കാര്യങ്ങളാണ് ഈ അപ്പം ഞാൻ ചോദിച്ചു, സുറിയാനി സഭയുടെ ഉപദേശത്തെ പറ്റിയൊക്കെ അവർ ചോദിച്ചു. ഞാൻ പറഞ്ഞു മരണത്തെ പറ്റിയൊക്കെയാണ് ചിന്തിച്ചേ. കാരണം ഇപ്പം ഈ കൊറോണ വന്നിട്ട് ഇവിടെ ഒത്തിരി ആളുകൾ മരിക്കുന്നുണ്ട്. അമേരിക്കയിലൊക്കെയുള്ള ആളുകൾക്കൊക്കെ നല്ലൊരു രീതിയിൽ മരണത്തെ പറ്റി ചിന്തിക്കുന്നു. ഞാൻ പറഞ്ഞു പെന്തക്കോസ്തുകാർക്ക് ആ കാര്യത്തിൽ അല്പം ധാരണക്കുറവുണ്ട്. അനുഗ്രഹത്തിന്റെ കാര്യത്തിലും അഭിഷേകത്തിന്റെ കാര്യത്തിലും അത്ഭുതത്തിന്റെ കാര്യത്തിലും പെന്തക്കോസ്തുകാർ നല്ലപോലെ ഗ്രാജുവേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മരണാനന്തര ജീവിതം, അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയല്ല. ഞാൻ ചോദിച്ചോക്കെ, നിങ്ങളുടെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ K.E. അബ്രഹാം പ്രത്യക്ഷപ്പെടുകയാണ്, എന്തായിരിക്കും സ്ഥിതി? നിങ്ങൾ തന്നെ ചോദിച്ചു. പെന്തക്കോസ്തുകാർ ഒരു മീറ്റിംഗ് നടത്തുക, അവിടെ പെട്ടെന്ന് K.E. അബ്രഹാം സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടുകയെന്ന് വെച്ചു. അല്ലേ പോട്ടെ, K.E. അബ്രഹാമും PM ഫിലിപ്പും T.J. ഉമ്മച്ചനും ഇവിടെ ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ട് ചിരിച്ചോണ്ട് നിൽക്കാൻ എന്ത് ചെയ്യും? ശാസനയോട് ശാസനയായിരിക്കും, ശാസിച്ചു ബത്സിച്ചു തുള്ളി വെപ്പുപോലുള്ളവൻ്റെ ഒക്കെ പല്ല ഇളകി തെറിച്ച് സ്റ്റേജിൽ ചെല്ലും, അതുപോലെ ശാസിക്കും. യാക്കോവക്കാര് ഒരു കുർബാന നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഗീവറിസ് മുന്നോളം വന്നാൽ എന്തായിരിക്കും സ്ഥിതി? അല്ല, കന്യാകുമാരിയെ പ്രത്യക്ഷപ്പെട്ടാലോ? എന്തുവാ യാക്കോവക്കാരല്ല അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നിടത്തോട് കന്യാകുമാരിയെ പ്രത്യക്ഷപ്പെടുക. എന്തായിരിക്കും സ്ഥിതി? അവരുടെ റെസ്പോൺസ് എന്തായിരിക്കും? അപ്പൊ ആർക്കാണ് ഈ മരണാനന്തര ജീവിതത്തെ ഭയം, അല്ലെങ്കിൽ പരേതരെ വാങ്ങിപ്പോയവരോടുള്ള സ്നേഹം, ബന്ധം? അപ്പൊ ഏത് ഉപദേശമാണ് ശരി? നിങ്ങൾ ഈ ഒരൊറ്റ എക്സാമ്പിൾ നോക്ക്. യേശു കർത്താവ് യോഹന്നാനെ, യാക്കോബിനെയും പത്രോസിനെയും വിളിച്ചുകൊണ്ട് മരുഭൂമലയിലോട്ട് പോയി അവിടെ ഏലിയാവും മോശയും ഒക്കെ പ്രത്യക്ഷപ്പെട്ട് അവരിരുന്ന് കോൺഫറൻസ് നടത്തുകയാണ്. ദൈവമേ, പെന്തക്കോസ്തുകാരെ വല്ല അവിടെ കൊണ്ടുവന്നെങ്കിൽ കർത്താവിനെ വരെ ശാസിച്ച് ബത്സിച്ച്. നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ ഇവിടെ പറയാണ്, നിങ്ങളുടെ പിതാവായ അബ്രഹാമിങ്കിലേക്ക് തിരിഞ്ഞു നോക്കുവീൻ, സാറായിങ്കിലേക്ക് തിരിഞ്ഞു നോക്കുവീൻ. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ച് അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു. യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു. അവൻ അതിന്റെ സകല ശൂന്യ സ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ചു. അതിന്റെ മരുഭൂമിയെ ഏദനെ പോലെയും അതിന്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെയും ആക്കുന്നു. ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീതഘോഷവും വീണ്ടും അതിലുണ്ടാകും. ഈ ലോക വ്യാപകമായിട്ട് ഈ സമയത്ത് ലോക്ക്ഡൌണും ക്വാറന്റൈനും ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സമയത്ത് കൃത്യമായ ഒരു പ്രോമിസാണ് നമുക്ക് ഇന്നത്തെ വായന ഭാഗത്ത് കിട്ടുന്നത്. നിർജ്ജന പ്രദേശങ്ങളെ ദൈവം വീണ്ടും അനുഗ്രഹിക്കും. ആനന്ദവും സന്തോഷവും സ്തോത്രവും ഇനിയും ഉണ്ടാകും. എന്റെ ജനമേ, എന്റെ വാക്ക് കേൾപ്പീൻ, എന്റെ ജാതിയെ എനിക്ക് ചെവി തരുവീൻ. ഉപദേശം എങ്കിൽ നിന്ന് പുറപ്പെടുന്നു. ഞാൻ എന്റെ ന്യായത്തെ വംശങ്ങൾക്ക് പ്രകാശമായി സ്ഥാപിക്കും. എന്റെ നീതി സമീപമായിരിക്കുന്നു. എന്റെ രക്ഷ പുറപ്പെട്ടിരിക്കുന്നു. എന്റെ ഭുജങ്ങൾ വംശങ്ങൾക്ക് ന്യായം വിധിക്കും. ദ്വീപുകൾ എനിക്കായി കാത്തിരിക്കുന്നു. എന്റെ ഭുജത്തിൽ അവർ ആശ്രയിക്കുന്നു. നിങ്ങളുടെ കണ്ണ് ആകാശത്തിലേക്ക് ഉയർത്തുവീൻ, താഴെ ഭൂമിയെ നോക്കുവീൻ. ആകാശം പുക പോലെ പൊയ്പോകും, ഭൂമി വസ്ത്രം പോലെ പഴകും, അതിലെ നിവാസികൾ കൊതുക് പോലെ ചത്തുപോകും. കൊതുക് പോലെ ചത്തുകൊണ്ടിരിക്കുകയാണ് നിവാസികൾ. എന്നാൽ എന്റെ രക്ഷ എന്നേക്കും ഇരിക്കും. എന്റെ നീതിക്ക് നീക്കം വരുന്നില്ല. നീതി അറിയുന്നവരും ഹൃദയത്തിൽ എന്റെ ന്യായപ്രമാണമുള്ള ജനവുമായുള്ളവരെ, എന്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങൾ മനുഷ്യരുടെ നിന്ദയെ ഭയപ്പെടരുത്, അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയും അരുത്. സത്യവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ആളുകളുണ്ട്, ദൂഷണം പറയുന്ന ആളുകളുണ്ട്. ദൈവം പറയാണ്, എന്റെ ന്യായപ്രമാണം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ
ഹൃദയത്തിൽ പരിച്ഛേദിതരാണെങ്കിൽ, പരിശുദ്ധ മാമോദീസായുടെ റൂഷ്മായാൽ മുദ്ര കുത്തപ്പെട്ടവരാണെങ്കിൽ, നിങ്ങൾ നിന്ദകളെ ഭയപ്പെടേണ്ട, വിമർശനങ്ങളെ ഭയപ്പെടേണ്ട, പരിഹാസത്തെ ഭയപ്പെടേണ്ട. എൻ്റെ നീതി, എൻ്റെ ഭുജം ജനതകൾക്ക് വെളിപ്പെടും. ഈ സ്ഥലങ്ങൾ ഇനിയും റിപ്ലനിഷായി വീണ്ടും സന്തോഷവും ആനന്ദവും ഘോഷസ്വരവും അതിലുണ്ടാകും. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുകയും. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആശ്വാസമാണ് സിയോനോട് ദൈവം പറയുന്നത്. അത് ഇന്ന് സന്ദർഭവശാൽ നമുക്കും വളരെ ആശ്വാസം നൽകുന്ന ഒരു വാക്യം തന്നെയാണ്. പിന്നെയുള്ള ഒരു ഭാഗം പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 1 മുതൽ 21 വരെയാണ്. അടുത്ത വായനാ ഭാഗമാണ് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 1 മുതൽ 21 വരെ. മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലിയത് എന്തെന്നാൽ, ഞാൻ യഹോവയ്ക്ക് പാട്ട് പാടും, അവൻ മഹോന്നതൻ. കുതിരയെയും അതിന്മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. എൻ്റെ ബലവും എൻ്റെ ഗീതവും യഹോവയത്രേ. അവൻ എനിക്ക് രക്ഷയായി തീർന്നു. അവൻ എൻ്റെ ദൈവം, ഞാൻ അവനെ സ്തുതിക്കും. അവൻ എൻ്റെ പിതാവിൻ ദൈവം, ഞാൻ അവനെ പുകഴ്ത്തും. യഹോവ യുദ്ധവീരൻ, യഹോവ എന്നവൻ്റെ നാമം. ഫറവോന്റെ രഥങ്ങളെയും സൈന്യത്തെയും അവൻ കടലിൽ തള്ളിയിട്ടു. അവന്റെ രഥപ്രവരന്മാർ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ആഴി അവരെ മൂടി, അവർ കല്ലുപോലെ ആഴത്തിൽ താണു. യഹോവേ, നിന്റെ വലങ്കൈ ബലത്തിൽ മഹത്വപ്പെട്ടു. യഹോവേ, നിന്റെ വലങ്കൈ ശത്രുവിനെ തകർത്ത് കളഞ്ഞു. നീ എതിരാളികളെ മഹാപ്രഭാവത്താൽ സംഹരിക്കുന്നു. നീ നിന്റെ ക്രോധം അയക്കുന്നു, അതവരെ താളടിയെപ്പോലെ ദഹിപ്പിക്കുന്നു. നിന്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം ഒന്നിച്ചുകൂടി, പ്രവാഹങ്ങൾ ചിറ പോലെ നിന്നു. ആഴങ്ങൾ കടലിന്റെ ഉള്ളിൽ ഉറച്ചുപോയി. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും. എൻ്റെ ആശ അവരാൽ പൂർത്തിയാകും. ഞാൻ എൻ്റെ വാളൂരും, എൻ്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു. നിന്റെ കാറ്റിനെ നീ ഊതിച്ചു, കടൽ അവരെ മൂടി. അവർ ഈയം പോലെ പെരുവെള്ളത്തിൽ താണു. യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാർ. വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, നിനക്ക് തുല്യനാർ. നീ വലങ്കൈ നീട്ടി ഭൂമി അവരെ വിഴുങ്ങി. നീ വീണ്ടെടുത്ത ജനത്തെ ദയയാൽ നടത്തി. നിന്റെ വിശുദ്ധ നിവാസത്തിലേക്ക് നിന്റെ ബലത്താൽ അവരെ കൊണ്ടുവന്നു. ജാതികൾ കേട്ട് നടുങ്ങുന്നു. ഫെലിസ്ത്യ നിവാസികൾക്ക് ഭീതി പിടിച്ചിരിക്കുന്നു. ഏദോമ്യ പ്രഭുക്കന്മാർ ഭ്രമിച്ചു. മോവാബ്യ മുൻപന്മാർക്ക് കമ്പം പിടിച്ചു. കനാന്യ നിവാസികളെല്ലാം ഉരുകിപ്പോകുന്നു. ഭയവും ഭീതിയും അവരുടെ മേൽ വീണു. നിൻ ഭുജമാഹാത്മ്യത്താൽ അവർ കല്ലുപോലെയായി. ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ ഫറവോനും സൈന്യവും ചെങ്കടലിൽ മുങ്ങിക്കഴിഞ്ഞപ്പോൾ ഇപ്പുറത്ത് വന്നു നിന്നിട്ട് മിര്യാമിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം ദൈവത്തെ പാടി സ്തുതിക്കുന്ന വിജയസ്തുതി ഗാനമാണ് നമ്മൾ അവിടെ കേൾക്കുന്നത്. അതിനകത്ത് ഒരു ചോദ്യം, യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാര്? വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, നിനക്ക് തുല്യനാർ. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ സർവാധീശത്വം, അവന്റെ സ്പ്ലെൻഡർ, മഹത്വത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിക്കുന്നത്. സോവർണിറ്റി ആൻഡ് സ്പ്ലെൻഡർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സർവാധീശത്തെയും മഹത്വത്തെയും ഇവിടെ വർണ്ണിക്കുകയാണ്. മോശയും ഇസ്രായേൽ മക്കളും ദൈവത്തെ പാടി സ്തുതിക്കുകയാണ്. എന്റെ ബലവും എന്റെ ഭുജവും യഹോവയത്രേ, അവൻ എനിക്ക് രക്ഷയായി തീർന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്ന ജനത്തെ ദൈവം വിടുവിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ വായിക്കുന്നത്. അത് എന്നാ ആളുകൾ ഡൗട്ടും മെസ്സേജ് ചോദിക്കുന്നത്, അത് ഈ അമേരിക്കയിലെ ചികിത്സാ സമ്പ്രദായത്തിന്റെ ഒരു രീതി കൊണ്ടാണ്. ഒരാൾ ഡൗട്ട് ചോദിച്ചിരിക്കുകയാണ്, കേരളത്തിൽ ആരും കൊറോണ പിടിച്ച് മരിച്ചില്ലല്ലോ, അമേരിക്കയിൽ ഇങ്ങനെ ആളുകൾ മരിക്കുന്നത് എന്തുകൊണ്ട്? കഴിഞ്ഞ ദിവസമൊക്കെ മരിച്ച മലയാളികൾ 43 വയസ്സുള്ള ഒരു സഹോദരനാണ് മരിച്ചത്. നമ്മൾ കേരളത്തിൽ എലന്തൂർ സ്വദേശിയാണ്. തൊണ്ണൂറ്റി വയസ്സുള്ള അപ്പച്ചൻ കേരളത്തിൽ കൊറോണ വന്നത് സുഖപ്പെട്ടു. പക്ഷെ ന്യൂയോർക്കിൽ 43 വയസ്സുള്ള വ്യക്തി മരിച്ചു. ഇപ്പൊ എന്തുകൊണ്ടാണെന്ന് ന്യായമായി സംശയം തോന്നും. ഇത് അമേരിക്കയിലെ ചികിത്സാ സമ്പ്രദായത്തെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്ക് സംശയം തോന്നുന്നത്.
അമേരിക്കൻ ചികിത്സാ മേഖല നിയന്ത്രിക്കുന്നത് ഇവിടുത്തെ ഇൻഷുറൻസ് കമ്പനികളാണ്. ഇൻഷുറൻസ് കമ്പനികളുടെ പോളിസിയാണ് അമേരിക്കൻ ജനതയുടെ ജീവിതം. ഒരാൾ ജീവിക്കണോ മരിക്കണോ എന്ന് ഇൻഷുറൻസ് കമ്പനിയാണ് തീരുമാനിക്കുന്നത്. അവരുടെ നയമുണ്ട്. അവരാണ് പറയുന്നത് ഒരാളെ അഡ്മിറ്റ് ചെയ്യണോ, ഒരാളെ ട്രീറ്റ് ചെയ്യണോ, ICUയിൽ കൊടുക്കണോ, വെന്റിലേറ്റർ കൊടുക്കണം. ഇതെല്ലാം ഇൻഷുറൻസ് കമ്പനിയാണ്, ഡോക്ടർമാരൊന്നും അല്ല തീരുമാനിക്കുന്നത്. നമ്മുടെ നാട്ടിലെ സ്ഥിതിയല്ല. ഇവിടെ മരിച്ച ഈ ഇലന്തൂർ സ്വദേശിയായ ഈ 43 വയസ്സുള്ള സഹോദരന് പനിയായിട്ട് ഡോക്ടറെ കാണാൻ ചെന്ന, കൊറോണയാണെന്നറിയാം. അപ്പൊ ഡോക്ടറുടെ നിർദ്ദേശം, ഡോക്ടറെ വിളിച്ചു. ഇപ്പൊ കാണാനൊന്നും പറ്റത്തില്ല, ഫോൺ വിളിക്കാനേ പറ്റത്തുള്ളൂ. കാരണം ഡോക്ടർമാർക്ക് കൊറോണ വരില്ല, അതുകൊണ്ട് ഡോക്ടർമാരൊന്നും കാണത്തില്ല, ഫോൺ വിളിക്കും. ഫോൺ വിളിച്ചു, അല്ല ഡോക്ടർ ഇന്ന പോലെയാ. ഡോക്ടർ പറഞ്ഞു പാരസെറ്റമോൾ കഴിച്ച് വീട്ടിൽ ഇരുന്നോളാൻ. ഈ പാരസെറ്റമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണിപ്പം അമേരിക്കയിലെ ട്രീറ്റ്മെന്റ്. ഇത് നമ്മുടെ കേരളത്തിലുള്ള ഏത് കോമരന് വരെ അറിയാവുന്ന ട്രീറ്റ്മെന്റാണ്. പനി വരുമ്പോൾ പാരസെറ്റമോൾ. ഒന്നാമത് ഞാൻ പറഞ്ഞില്ല, ഈ കൊറോണ വൈറസിന്റെ ഘടനയെ പറ്റി പറഞ്ഞപ്പോൾ അതൊരു RNA പ്രോട്ടീൻ മോളിക്യൂളാണ്, മാംസ്യതന്മാത്രയാണ്. ഈ പ്രോട്ടീൻ മോളിക്യൂളിന്റെ മുകളിൽ ഒരു ഫാറ്റ് ലിപ്പിഡാണ്, കൊഴുപ്പ് കൊണ്ടുള്ള ഒരു ആവരണം. ഈ കൊഴുപ്പിന്റെ ആവരണം നമ്മൾ സോപ്പ് ഉപയോഗിക്കുമ്പം കൊഴുപ്പായതുകൊണ്ട് അലിഞ്ഞു പോകും, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് ഈ സോപ്പിട്ട് കഴുകാൻ പറയും. ആൽക്കഹോൾ വന്നാലും ക്ലിയർ ആകും. അതുകൊണ്ടാണ് മൗത്ത് വാഷ് അല്ലെങ്കിൽ ഈ ഹാൻഡ് വാഷ്, ഇതൊക്കെ ആൽക്കഹോൾ കണ്ടന്റ് കൂടുതലാണ്, 70% ആൽക്കഹോളാണ്. അപ്പോൾ ആൽക്കഹോൾ വന്നാലും ഈ കൊഴുപ്പ് പോകും. പിന്നെയുള്ളൊരു സാധ്യത ചൂടാണ്. ചൂട് വന്നു കഴിഞ്ഞാൽ ഈ കൊഴുപ്പ് ഉരുകുമ്പോൾ അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യപ്പെടും. അപ്പം നമ്മുടെ ഉള്ളിൽ ഈ വൈറസ് വന്നു കഴിയുമ്പം നമുക്ക് പനി വരും. പനി വരുന്ന എന്തിനാ? ബോഡി ഹീറ്റ് കൂട്ടുന്ന. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്നിരിക്കുന്ന വൈറസിന്റെ ആ കൊഴുപ്പിന്റെ ആവരണത്തെ ഉരുക്കുക എന്ന് പറഞ്ഞാൽ വൈറസിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ശരീരം ഫൈറ്റ് ചെയ്യുന്ന, അതിനാ പനി വരുന്നത്. അപ്പൊ പാരസെറ്റമോൾ കഴിച്ച് പനി കുറച്ചോളാനാണ് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായോ? പനിയാ എന്താ? ബോഡി ഈസ് ഫൈറ്റിംഗ് എഗനിസ്റ്റ് വൈറസ് അറ്റാക്ക്. അപ്പൊ ഈ വൈറസ് വന്നിരിക്കുന്നതിനെതിരായിട്ട് ശരീരം ഫൈറ്റ് ചെയ്യുന്ന, അപ്പൊ എന്ത് ചെയ്യാ? ചൂടങ്ങ് കുറയ്ക്കും. അപ്പൊ പിന്നെ വി ആർ ഹെൽപ്പിംഗ് വൈറസ്. നമ്മൾ വൈറസിനെ ഹെൽപ്പ് ചെയ്യാണ്, വൈറസ് അതുവഴി പോകും. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒരു 5 പാരസെറ്റമോൾ കഴിച്ച് വീട്ടിലിരുന്നാണ് പറഞ്ഞു. ഈ പാവപ്പെട്ടല്ലേ, വേറെ ഓപ്ഷനൊന്നും ഇല്ല കേട്ടോ. ആശുപത്രി ചെന്ന് എടുക്കത്തൊന്നുമില്ല, ആശുപത്രിയിൽ അങ്ങനെ ചെല്ലാൻ പറ്റത്തില്ല. നമ്മുടെ നാട്ടിലെ പോലെ അല്ല. സംഗതി എല്ലാം കൂടി കഴിഞ്ഞ് അറിയിക്കാന്ന് പറയും. കൂടി കഴിഞ്ഞ് അറിയിക്കുമ്പം അവർ ബാക്കി കാര്യങ്ങൾ ചെയ്യും. അങ്ങനെയാണ് ഇവിടെ ആളുകൾ മരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ല. ഇത് കോർപ്പറേറ്റുകളുടെ വാഴുന്ന ഒരു രാജ്യമാണ്. ഇന്നലത്തെ പത്രസമ്മേളനത്തിലും ട്രംപ് വന്നിട്ട് പറഞ്ഞു 1 ലക്ഷത്തിനും 2 ലക്ഷത്തിനും ഇടയിൽ ആളുകൾ മരിക്കുമെന്ന്, അമേരിക്കയിൽ മാത്രം. അപ്പോൾ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് തന്നെ വന്നിട്ട് പറയാണ് ഈ രാജ്യത്ത് ഇതാണ് 1 ലക്ഷത്തിനും 2 ലക്ഷത്തിനും ഇടയ്ക്ക് മരിക്കും. അത്രയൊന്നും മരിക്കത്തൊന്നുമില്ല. മരിക്കാതെ ആക്കാൻ വരെ ഈസിക്കാക്കാം. പക്ഷെ അതിന് ട്രീറ്റ് ചെയ്യണം, അതിന് വെന്റിലേറ്ററുകൾ മേടിക്കണം, ഹോസ്പിറ്റലിൽ പൈസ മുടക്കണം. ആര് മുടക്കും? $2.2 ട്രില്യൺ US ഗവൺമെന്റ് കൊറോണയുടെ പേര് ചെലവാക്കുന്നത്. എത്രയാണ്? 2.2 ട്രില്യൺ. എന്നെ കേൾക്കുന്ന ഇപ്പൊ 200 പേര് കേൾക്കുന്നുണ്ട്. നിങ്ങളിൽ ഒരാൾക്ക് പോലും ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളിൽ വലിയ മാത്തമാറ്റീഷ്യൻ ആളുമായിരിക്കും, പക്ഷെ നിങ്ങൾക്കും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത തുകയാണ്. കാരണം 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1000 ബില്യനാണ്. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാ, 1000 മില്യനാ. മനസ്സിലായോ? എങ്ങനെ കണക്ക് കൂട്ടുന്നത്? 100 ബില്യൺ. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 1000 മില്യൺ. അപ്പോൾ 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 1000 മില്യൺ. 1000 ബില്യൺ 1 ട്രില്യൺ. അപ്പം 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1000 മില്യൺ. അത്രയും 2.2 ട്രില്യൺ കൊറോണയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുക. പക്ഷേ നമ്മുടെ അനിൽ ടി തോമസ് ഫിലാഡൽഫിയ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, നിങ്ങൾക്കൊക്കെ അറിയാം, ഫേസ്ബുക്കിൽ നമ്മുടെ ഫ്രണ്ടാണ്. അദ്ദേഹം നേഴ്സാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ നേഴ്സാണ്. അപ്പൊ അദ്ദേഹം ഇന്ന് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഒരു ബനിയനും പാൻറ്റുമാണ്. ജഡ്ഡിയൊക്കെ പിന്നെ അവർ വീട്ടിൽ നിന്നുണ്ടെന്ന് അതേ ഉള്ളൂ. അപ്പൊ ഒരു ബനിയനും പാൻറ് ഒരു ഈ
നേഴ്സുമാരിടുന്ന കണ്ടിട്ടുണ്ട്, കോളറൊന്നും ഇല്ലാത്തൊരു സാധനം. അപ്പം അത്രയും ഒരു ഉടുപ്പും ഒരു പാൻറ്റും. പിന്നെ ഞാൻ നേഴ്സാണ്, ഇങ്ങോട്ട് അടുത്തേക്ക് വരുന്നൊരു ബോർഡ് ഇവിടെ എഴുതി വെക്കും. മനസ്സിലായോ? ഈ അമേരിക്ക ഫേസ് മാസ്ക് ഇല്ല, ഗ്ലൗസ് ഇല്ല, ഒന്നുമില്ല. 2.2 ട്രില്യൺ മുടങ്ങി. പൈസ ഇതിലേ പോയി. അയ്യോ കരയുക. എന്താ ആർക്കാ കാശ് കൊടുക്കുന്നേ? ഇവിടെ ഈ വിമാന സർവീസ് എല്ലാം മുടങ്ങിയല്ലോ. അപ്പം പാവപ്പെട്ട വിമാന മുതലാളിമാർക്ക് കുറച്ച് കാശ് ഇവിടുന്ന് കൊടുക്കുന്നത്. 2.3 ട്രില്യൺ ചെലവാക്കുന്നത് എങ്ങനെയാ? പാവപ്പെട്ട വിമാന കമ്പനിക്കാർക്ക്. പിന്നെ ഹോട്ടൽ മുറി ഒത്തിരി റിസർവേഷൻ എല്ലാം ക്യാൻസൽ ആയിട്ട് ഈ ഹോട്ടൽ നടത്തുന്നവർക്കെല്ലാം കുറച്ച് കാശ് അത്യാവശ്യം കൊടുക്കണ്ട. കാരണം പിന്നെ ഈ ഒരുപാട് ബിസിനസ്സുകളെല്ലാം അങ്ങ് ഇതായിട്ട് അവരുടെ എല്ലാം ലോണെല്ലാം എഴുതി തള്ളുകയാണ്. ചില കാശ് അവർക്ക്. പിന്നെ പ്രധാനമായിട്ടും പൈസ കൊടുക്കുന്നത് ഈ ക്രൂയിസ് ഷിപ്പൊക്കെ നടത്തുന്നവരുണ്ട്. ക്രൂയിസ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ വലിയൊരു പരിപാടി. ഇവിടെ നിന്നുള്ള ഷിപ്പൊക്കെ ഇടയ്ക്ക് കൊച്ചി വരുമ്പോൾ മനോരമക്കാർ വലിയ വാർത്ത, ഇതാ എത്തിക്കഴിഞ്ഞു, ജലറാണി എത്തിക്കഴിഞ്ഞു, അവൾ എത്തിക്കഴിഞ്ഞു, ഇവൾ എത്തിക്കഴിഞ്ഞു, തേങ്ങാക്കാൽ വലിയ ന്യൂസ് കൊടുക്കും. ഇവിടുന്ന് പോരുന്ന മുഴുവൻ അത് കൂടുതൽ പോരുന്ന ഒരു സ്ഥലം ഞങ്ങളുടെ അടുത്ത് ഇവിടെയുണ്ട്. പിന്നെ കാലിഫോർണിയയിലുണ്ട്, പിന്നെ ഫ്ലോറിഡയിലുണ്ട്. ഈ 3 സ്ഥലത്തിൽ നിന്നാണ് പോരുന്നത്. ഏതാ? ഉല്ലാസക്കപ്പൽ. ഉല്ലാസക്കപ്പലെല്ലാം ക്യാൻസലായി. പാവം അതിന്റെ മുതലാളിമാർക്ക് കുറച്ച് പൈസ. 2.2 ട്രില്യൺ ഇവിടെ മുടക്കുമ്പം ഇവിടെ അമേരിക്കൻ ജനതയുടെ മോന്തയ്ക്ക് വെക്കാൻ മാസ്ക് ഇല്ല. ഏതാ? ഡോക്ടർക്ക് നേഴ്സിന് വെക്കാൻ മാസ്ക് ഇല്ല, കയ്യാലിടാൻ ഗ്ലൗസ് ഇല്ല. ഇപ്പോൾ അവർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലൗസും മാസ്കും ഒക്കെ കൊറോണയിൽ നിന്ന് നമ്മളെ രക്ഷിക്കും എന്നുള്ളത് ഒരു മിഥ്യാധാരണ മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വെറും കൈയോടെ നേരിടൂ. നേഴ്സുമാർ വെറും കൈയോടെ നേരിട്ടുകൊണ്ടിരിക്കുക. ന്യൂയോർക്കിൽ 50% നേഴ്സുമാർക്കും കൊറോണ പിടിച്ചു. കാരണം ഗ്ലൗസും മാസ്കും ഒന്നും. ഇതാണ് സ്ഥിതി. ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? കോർപ്പറേറ്റുകൾ വാഴുകയാണ്. ഇപ്പം നിങ്ങൾ ഇന്ത്യയിൽ ഇതാണ്, നമുക്ക് കുഴപ്പമില്ലല്ലോ എന്ന് ഓർത്ത് ചിരിക്കേണ്ട. കാരണം എളിയവന്റെ ദീനത്തിന് യമൻ തന്നെ തുണാന്ന് പറഞ്ഞ പോലെ എളിയവന്റെ ദീനത്തിന് യമൻ തന്നെ തുണയെന്ന് പറഞ്ഞല്ലേ. അവിടെ ഇപ്പൊ ദൈവത്തിന്റെ ഒരു ക്രമോട് വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെയും കാര്യങ്ങൾ വ്യത്യസ്തമൊന്നുമല്ല. ഇപ്പൊ ഇന്ത്യയിൽ പുതുതായിട്ട് കോർപ്പറേറ്റുകൾ വന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ പൊതുമേഖല വളരെ ശക്തമായിരുന്നു. ആ പൊതുമേഖല എല്ലാം വിറ്റു. ഇന്ത്യയിലെ ഇപ്പൊ കേരളത്തിലെ ഇപ്പൊ നമ്മൾ കേരളത്തിൽ മേനി പറയുന്നുണ്ട്, കേരളത്തിൽ വളരെ നല്ലതാണ്. ശരിയാണ്. ഈ കൊറോണ വൈറസിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഏതാ? പൊതുമേഖലയാണ്. ഏതെങ്കിലും സ്വകാര്യ ആശുപത്രി ഈ കൊറോണ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടോ? ഇല്ല. കേരളത്തിലെ സർക്കാർ ആശുപത്രികളാണ്. പക്ഷേ മാറി മാറി വന്ന ആളുകൾ മുഴുവൻ സർക്കാർ ആശുപത്രികൾക്കിട്ടും സർക്കാർ സ്കൂളുകൾക്കിട്ടുമാണ് പാര വെച്ച്. നമുക്കെല്ലാം പുച്ഛമാണ്. ഏതെങ്കിലും പിള്ളേരെ സർക്കാർ സ്കൂളിൽ പഠിക്കാൻ വിടുമോ? ഇല്ല. ഏതെങ്കിലും ആളുകൾ രോഗം വന്നാൽ സർക്കാർ ആശുപത്രി ചികിത്സയ്ക്ക് പോവോ? ഇല്ല, പോകത്തില്ല. എൻ്റെ പെങ്ങള് കോട്ടയത്ത് ജില്ലാ ആശുപത്രിയിൽ നേഴ്സാണ്. ഇപ്പം അവിടെ കൊറോണ ഫൈറ്റിങ്ങിൻ്റെ ഒരു ലീഡറാണ്. അവിടുത്തെ ആ ആശുപത്രിയുടെ മെയിൻ ലീഡറാണ്. കൊറോണയ്ക്കെതിരെ യുദ്ധം ചെയ്ത്. എൻ്റെ ഭാര്യയും ഒരു നേഴ്സാണ്. രണ്ടും ആരോഗ്യ പ്രവർത്തകർ. അപ്പം കുറെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരന് ഹെർണിയയുടെ ഓപ്പറേഷൻ വേണമായിരുന്നു. അപ്പം അന്ന് 40,000 രൂപ വേണമായിരുന്നു ചികിത്സയ്ക്ക്. അപ്പം എന്നോട് പറഞ്ഞു, ഇപ്പം ഞാൻ 40,000 രൂപ അവന് കൊടുക്കണം ചികിത്സയ്ക്ക്. അപ്പം എൻ്റെ പെങ്ങൾ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ആശുപത്രി കൊണ്ടുപോകാം, നല്ല 1-ാം ഡോക്ടറെ, കേരളത്തിൽ ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്യുന്നതിനേക്കാളും മികച്ച ട്രീറ്റ്മെന്റ് ആണ്, ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ സർക്കാർ ആശുപത്രിയോ? പുച്ഛമാണ്. പക്ഷെ ആ പുള്ളി പിന്നെ പ്രൈവറ്റ് ആശുപത്രി പൈസ കൊടുത്ത് ചെയ്യിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ അളിയന് ഹെർണിയയുടെ ഓപ്പറേഷൻ ചെയ്യണമായിരുന്നു. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ അളിയനെ കൊണ്ടുവന്നപ്പോൾ അളിയനെ നേരെ സർക്കാർ ആശുപത്രി കൊണ്ടുപോയി. അവിടെയാണ് ഓപ്പറേഷൻ ചെയ്തത്. ഒരു കുഴപ്പമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ സർജറി ചെയ്തവന് പിന്നെ ഇച്ചിരി കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടായി. പക്ഷേ ഈ സർക്കാർ ആശുപത്രി ചെയ്ത അളിയനെ യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ ഏറ്റവും മികച്ച ആരോഗ്യ പരിരക്ഷ നൽകുന്ന സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. പക്ഷെ അതും ഇല്ലാതെയാക്കാനുള്ള ശ്രമമാണ്. അപ്പൊ ഈ പൊതുമേഖലകളെ തകർത്തു. അപ്പൊ ഇന്ത്യയിലുള്ള ഒരു നന്മയാണ് അവശേഷിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ. അപ്പൊ അതെല്ലാം നമ്മൾ വിറ്റ് നശിപ്പിക്കുകയാണ്.
അമേരിക്ക പോലെ ആകണമെന്നാണ് നമ്മുടെ എല്ലാ ആഗ്രഹം. അമേരിക്കയിലെ സ്ഥിതി ഇതാണ്. അമേരിക്ക കോർപ്പറേറ്റുകളാണ് ഭരിക്കുന്നത്, പോളിസി മുഴുവൻ അവരാണ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾക്ക് പനി വന്നാൽ എന്ത് ചെയ്യണം, ഒരാൾക്ക് അസുഖം വന്നാൽ എന്ത് ചെയ്യണം, അവനെ എപ്പം ട്രീറ്റ് ചെയ്യണം, അതുപോലെ തന്നെ എപ്പം ഡിസ്ചാർജ് ചെയ്യണം. നിങ്ങൾക്കറിയാം, അമേരിക്കയിലെ ആശുപത്രികളിൽ നിന്ന് വളരെ വേഗം ആളുകളെ ഡിസ്ചാർജ് ചെയ്യും. അതിനെപ്പറ്റി ഞാൻ മനോരമ വായിച്ചു. നമ്മുടെ നാട് പോലെയൊന്നുമല്ല അമേരിക്ക. ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞാൽ 3-ാം പക്കം ഡിസ്ചാർജ് ചെയ്യും, പിന്നെ വരാന്തേക്കൂടെ ഓടിക്കും. കാരണം വലിയ ക്യാമാ ഇത്. ഞാനും ഇത് അവിടെ ഇരുന്ന് വായിച്ചു. അമേരിക്ക വലിയ അത്ഭുത ലോകം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഈ വരാന്തേക്കൂടെ ഓടിച്ചില്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്കാർ ഡോക്ടറെ ഓടിക്കും. അതിനായി 3-ാം ദിവസം തന്നെ ഇറക്കി ഓടിക്കുന്നത്. അല്ല, ഇവന് ഇതായിട്ടൊന്നും. കാരണം അവരുടെ പോളിസിയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും വേഗം ഇറക്കി വിട്ടോണം. അതുകൊണ്ട് ഇവിടെ പണമാണ് ഭരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഔട്ട് ഓഫ് പോക്കറ്റ് നമ്മൾ പേ ചെയ്യുകയാണെങ്കിൽ നല്ല ട്രീറ്റ്മെന്റ് കിട്ടും, ഒരു കുഴപ്പമില്ല. അതിന് കാര്യങ്ങൾക്ക് മാറ്റമുണ്ട്. ഇത് ഇൻഷുറൻസ് കമ്പനികളുടെ പോളിസി അനുസരിച്ചിരിക്കും ആളുകളുടെ. അതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനികളുടെ പോളിസികളെ വിലയിരുത്തിയിട്ട് അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത് 2 ലക്ഷം പേര് മരിക്കും. അല്ല, 2 ലക്ഷം പേര് മരിക്കേണ്ട സ്ഥിതി ഇവിടെ ഇല്ല. അത്രയും മരിക്കാതെയൊക്കെ ആക്കാം. കെയർ ഫ്ലാറ്റിംഗ് എന്ന് പറയുന്നത്, കെയർ ഉണ്ട് ഇങ്ങനെ ഈ മോർട്ടാലിറ്റിയുടെ കെയർ ഉണ്ടല്ലേ ഈ കൊറോണയുടെ. അപ്പൊ ഈ കെയർവിനെ ഫ്ലാറ്റ് ചെയ്യാന്നുള്ള ഫൈറ്റിംഗ്, അതായത് ആള് കെയർ എങ്ങനെ കാണിക്കും, ഇങ്ങനെ ഇരിക്കും ഈ മണൽക്കൂന പോലെ. അപ്പോൾ ഏറ്റവും കൂടുതൽ പീക്ക് ടൈം വരുമ്പോൾ കൂടുതൽ ആളുകൾ മരിക്കും, പിന്നെ മരണത്തിന്റെ റേറ്റ് കുറഞ്ഞു ഇങ്ങനെ. അപ്പൊ ഇങ്ങനെ ഒരു വലിയ കൂന വരും. അപ്പൊ ഈ കെയർവിനെ മാക്സിമം ഫ്ലാറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഇപ്പോഴത്തെ ഫൈറ്റിങ്ങിന്റെ ഉദ്ദേശം. അപ്പൊ കെർവ് ഫ്ലാറ്റിംഗ് എന്നൊരു ടേം ഉപയോഗിക്കുന്നു. ഇപ്പൊ ട്രംപിന്റെ പത്രസമ്മേളനം, മിനിഞ്ഞാന്നത്തെ പത്രസമ്മേളനത്തിൽ ഓഡിയൻസിൽ നിന്ന് ഒരാൾ ചോദിച്ചു കെർവ് ഫ്ലാറ്റിങ്ങിനെ പറ്റി ചോദിച്ചപ്പോൾ പുള്ളി അവര് പറഞ്ഞു അത് ഇറ്റലിയിലെ ഇതനുസരിച്ച് നമ്മൾ പറഞ്ഞു. പക്ഷെ നമ്മൾ ഫ്ലാറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്, പക്ഷെ നമ്മുടെ കണ്ടീഷനിൽ അങ്ങനെ ഫ്ലാറ്റ് ആകാനുള്ള സാധ്യത, കെർവ് ഫ്ലാറ്റ് ഒന്നും ആകത്തില്ല. കേരളത്തിൽ കെർവ് ഫ്ലാറ്റ് ആവും. കാരണം കെർവ് ഫ്ലാറ്റ് ചെയ്യാൻ അവർ പ്രതിജ്ഞാബദ്ധമായി പ്രതിബദ്ധതയോടുകൂടെ അവിടെ പൊതുജനങ്ങളും ആരോഗ്യ പ്രവർത്തകരും എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. അത് അവശേഷിക്കുന്ന ഒരു നന്മയാണ് ആ നാടിൻ്റെത്. പക്ഷെ പണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ആളുകളെ കാണുകയും എല്ലാവരും വെറും നമ്പറായിട്ട് മാത്രം വിലയിരുത്തുകയും ചെയ്യുന്ന മുതലാളിത്ത സംവിധാനത്തിലും ക്രൂരമായ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ സംവിധാനത്തിലും ഇപ്പൊ ചൈനയിൽ 3000 പേര് മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ 3000 ഒന്നുമല്ല, 1 ലക്ഷം പേര് മിനിമം അവിടെ മരിച്ചിട്ടുണ്ട്. ന്യൂസ് പുറത്തു കൊടുത്തില്ല. കാരണം അയൺ കർട്ടനാണ്. ആര് മരിച്ചു എന്ത്. ചൈനയിൽ ഗൂഗിൾ ഇല്ല, ചൈനയിൽ ഫേസ്ബുക്ക് ഇല്ല, ചൈനയിൽ യൂട്യൂബ് ഇല്ല, സോഷ്യൽ മീഡിയ ഇല്ല, ഫ്രീ ഇന്റർനെറ്റ് ഇല്ല. എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിന് സ്വാതന്ത്ര്യമില്ല, മുഴുവൻ മോണിറ്റേർഡ് ആണ് സർക്കാർ. അവിടുന്ന് ഒരു ന്യൂസും പുറത്തു വരത്തില്ല. അവര് സർക്കാർ എന്ത് പറയുന്നു അതാണ് ന്യൂസ്. അപ്പൊ അതാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. ചൈനയിൽ 3000 പേര് മരിച്ചു. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായി സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന നല്ലൊരു നാടായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അവസരമാണ്. പക്ഷെ നമ്മൾ പറയും നമ്മൾ പുറത്തിറങ്ങണം എന്നൊക്കെ പറഞ്ഞുള്ള ആ ശാഠ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല. ഇതിന്റെ സ്ഥിതി ഇതാണ്. ഇപ്പൊ ന്യൂയോർക്കിൽ ആളുകൾ മരിക്കുന്നതിന്റെ സ്ഥിതി ഇതാണ്. എൻ്റെ ഒരാൾ ചോദിച്ചതാണ് എന്തുകൊണ്ടാണ് മരിക്കുന്നത്. ഒത്തിരി ആളുകൾക്ക് ഇവിടെ നല്ല ചികിത്സയില്ലേ? ഇല്ല, ഇവിടെ നല്ല ചികിത്സയില്ല. ഒരു 2 മാസം മുമ്പ് ഞങ്ങളുടെ അടുത്ത ഇവിടെയാണ് കോടിയേരി ബാലകൃഷ്ണൻ വന്ന് കിടന്നത് ഹ്യൂസ്റ്റണിൽ ചികിത്സയ്ക്ക്. സഖാവ് പിണറായി വിജയൻ ചികിത്സയ്ക്ക് വരുന്ന അമേരിക്കയിലാണ്. സോണിയാഗാന്ധി ചികിത്സയ്ക്ക് വരുന്ന അമേരിക്കയിലാണ്. KM മാണി, ഉമ്മൻചാണ്ടി, ഇവരെല്ലാം ഇവിടെ, അവരൊക്കെ ന്യൂയോർക്കിലാണ് വന്നത്. കോടിയേരി സഖാവ് ഇവിടെ പിന്നെ ഹ്യൂസ്റ്റണിലാണ് വന്നത്. ചികിത്സ മോശമായിട്ടാണോ അവരെല്ലാം ഇങ്ങോട്ട് പോരുന്നത്? ചികിത്സയൊക്കെ ഇവിടുത്തെ നല്ലതാണ്. ഇവിടെയാണ് ഇപ്പോഴും നമ്പർ 1 ടോപ്പ്. പക്ഷേ അത് കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ ആളുകൾ മരിക്കല്ലേ ഉള്ളൂ. അതുകൊണ്ട് ചികിത്സ നിഷേധിക്കുന്നത് കൊണ്ട് മരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അല്ലാതെ അമേരിക്കയ്ക്ക് എന്തോ കഴിവുകേടുണ്ടെന്നോ നിങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. ഇവിടെ ഇപ്പോഴും ടോപ്പാണ്, നമ്പർ 1 ആണ്. അവർ തീരുമാനിക്കുകയാണ്. ഇവിടുത്തെ ഇൻഷുറൻസ് കമ്പനികൾ അവരുടെ പോളിസി അവരാണ് തീരുമാനിക്കുന്നത് ആര് മരിക്കണം ആരിയ്ക്കണോ. അതനുസരിച്ച് അങ്ങനെ കാര്യങ്ങൾ നീങ്ങും. അപ്പം അതുകൊണ്ട് അവർ തീരുമാനിച്ചു ഒരു 2 ലക്ഷം പേര് മരിക്കട്ടെ എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇന്ന് രാത്രിയിൽ അവർക്കൊരു മനമാറ്റം ഉണ്ടാകുകയാണ്. 2 ലക്ഷം ഒന്നും മരിക്കണം, നമുക്ക് കുറയ്ക്കണം എന്ന് അവർ തീരുമാനിച്ചാൽ കുറയ്ക്കാം. അവർ തീരുമാനിക്കണം. ഇപ്പം നമുക്ക് പനി വന്നു കഴിയുമ്പോൾ ഡോക്ടറെ വിളിക്കാനേ പറ്റത്തുള്ളൂ, ചെല്ലാനൊന്നും പറ്റത്തില്ല. ആരും ഇവിടെ ഇല്ല. നമുക്ക് തന്നിരിക്കുന്ന ഫോൺ നമ്പർ വിളിക്കുക, ഡോക്ടറെ പനിയാ, പനിയാണോ, പാരസെറ്റമോൾ തിന്നു, ഡോക്ടറെ പാരസെറ്റമോൾ തിന്നാ 3 ദിവസം നോക്ക് എങ്ങനെയാവും അറിയാമല്ലോ.
3 ദിവസം നോക്കിക്കഴിഞ്ഞ് നമുക്ക് ആശ്വാസം ഉണ്ടെങ്കിൽ ഡോക്ടറെ ആശ്വാസം ഉണ്ടോ, എന്നാൽ പിന്നെ ഇച്ചിരി കൂടെ പാരസെറ്റുള്ളത് ആ ഡോക്ടറെ മാറി അവൻ കൊറോണയെ അതിജീവിച്ചു. ഇത്രയേ ഉള്ളൂ. അല്ല, ഇവിടെ ആരും ട്രീറ്റ് ചെയ്യത്തൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ അങ്ങനെ ഒന്നും വിചാരിക്കരുത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? മനസ്സിലായോ? അമേരിക്കയ്ക്ക് വരുന്നോ? ഇപ്പോഴാണ് ഒരു വിസാദ. ഇപ്പൊ കേരളത്തിൽ ഇരിക്കുന്ന ഒരാൾക്കും ഇങ്ങോട്ട് പോരണ്ട അമേരിക്കയിലോട്ട്. കാരണം കേരളത്തിൽ കൊറോണ ആണേലും ആരെങ്കിലും കൊണ്ട് ട്രീറ്റ് ചെയ്യും. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 4 വരെ. എന്നാൽ യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു. ആരും പുറത്തിറങ്ങിയില്ല, അകത്ത് കയറിയതുമില്ല. യഹോവ, ഇതെന്തൊരു കഷ്ടമാണ്. നമ്മളിന്ന് വായിക്കുന്ന എല്ലാം ഇപ്പോഴത്തെ അവസ്ഥയായിട്ട് കണക്റ്റഡാ. ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയ പോലെ ഉണ്ട്. എന്നാൽ യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ചുറപ്പാക്കിയിരുന്നു. ലോക്ക്ഡൌൺ ആണ്. ആരും പുറത്തിറങ്ങിയില്ല, അകത്ത് കയറിയതുമില്ല. യഹോവ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ യെരിഹോവിനെയും അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളിൽ യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ചുറ്റി നടക്കണം. ഇങ്ങനെ 6 ദിവസം ചെയ്യണം. 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് പെട്ടകത്തിന്റെ മുമ്പിൽ നടക്കണം. 7-ാം ദിവസം 7 പ്രാവശ്യം പട്ടണത്തെ ചുറ്റുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും വേണം. ഈ സ്റ്റോറിയൊക്കെ നമുക്കറിയാവുന്ന യെരിഹോ പട്ടണത്തെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു. കൊറോണ വരുമ്പം അടച്ചുറപ്പാക്കിയതുപോലെയാണ്. യെരിഹോക്കാരെ സംബന്ധിച്ച് ഇസ്രായേൽ മക്കൾ കൊറോണയായിരുന്നു. ദാ വരുന്നു, അടച്ചിരുന്നോളാം. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 11 വരെ. അന്ന് ദെബോരയും അബീനോവാമിന്റെ മകനായ ബാരാക്കും പാട്ടുപാടിയത് എന്തെന്നാൽ, നായകന്മാർ ഇസ്രായേലിനെ നയിച്ചതിനും ജനം സ്വമേധയാ സേവിച്ചതിനും യഹോവയെ വാഴ്ത്തുവീൻ. രാജാക്കന്മാരെ കേൾപ്പീൻ, പ്രഭുക്കന്മാരെ ചെവി തരുവീൻ. ഞാൻ പാടും, യഹോവയ്ക്ക് ഞാൻ പാടും. ഇസ്രായേലിൻ ദൈവമായ യഹോവയ്ക്ക് കീർത്തനം ചെയ്യും. യഹോവ, നീ സെയീരിൽ നിന്ന് പുറപ്പെടുവീൻ. ഏതോം ദേശത്തുകൂടെ നീ നടകൊള്ളുകയിൽ ഭൂമി കുലുങ്ങി, ആകാശം പൊഴിഞ്ഞു, മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു. യഹോവ സന്നിധിയിൽ മലകൾ കുലുങ്ങി. ഇസ്രായേലിൻ ദൈവമായ യഹോവയ്ക്ക് മുമ്പിൽ ആ സീനായി തന്നെ അനാത്തിൻ പുത്രനാം ശങ്കരിൻ നാളിലും യായേലിൻ കാലത്തും പാതകൾ ശൂന്യമായി, വഴിപോക്കർ വളഞ്ഞ വഴികളിൽ നടന്നു. കണ്ടോ? ഇതെല്ലാം നമ്മുടെ ഇന്നത്തെ സാഹചര്യമാണല്ലോ. വഴികൾ ശൂന്യമായി, വഴിപോക്കർ വളഞ്ഞ വഴികളിൽ ഷോർട്ട് കട്ടൊക്കെ ചാടി നടക്കുക കേരളത്തിൽ. ദെബോറയായ ഞാൻ എഴുന്നേൽക്കും വരെ, ഇസ്രായേലിൻ മാതാവായി എഴുന്നേൽക്കും വരെ നായകന്മാർ ഇസ്രായേലിൽ അശേഷം അറ്റുപോയിരുന്നു. അവർ നൂതന ദേവന്മാരെ വരിച്ചു. ഗോപുരദ്വാരത്തിങ്കൽ യുദ്ധം ഭവിച്ചു. ഇസ്രായേലിന്റെ 40,000 മധ്യേ പരിചയും കുന്തവും കണ്ടതേയില്ല. എന്റെ ഹൃദയം ഇസ്രായേലിൻ നായകന്മാരോട് പറ്റുന്നു. ജനത്തിലെ സ്വമേധാ സേവകരെ, യഹോവയെ വാഴ്ത്തുവീൻ. വെള്ളക്കഴുതപ്പുറത്ത് കയറുന്നവരെ, പരവതാനികളിൽ ഇരിക്കുന്നവരെ, കാൽനടയായി പോകുന്നവരെ വർണ്ണിപ്പീൻ. വില്ലാളികളുടെ ഞാണിലിയോടകലെ നീർപ്പാത്തികൾക്കിടയിൽ അവിടെ അവർ യഹോവയുടെ നീതികളെ, ഇസ്രായേലിന്റെ ഭരണനീതികളെ കഥിക്കും. യഹോവയുടെ ജനമെന്ന് ഗോപുരവാതിൽക്കൽ ചെന്നു. ഉണരുക, ഉണരുക ദെബോറയെ, ഉണരുക, ഉണർന്ന് പാട്ട് പാടുക. എഴുന്നേൽക്കുക ബാരാക്കേ, അബീനോവാത്മജ, നിന്റെ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോകുക. ഇത് ദെബോരായുടെ ഒരു ഗീതമാണ്. അതായത് ധാരാളം കാര്യങ്ങളുണ്ട്. ദൈവത്തിന്റെ മഹത്വം മുമ്പ് പറഞ്ഞ പോലെ സോവർണിറ്റി ആൻഡ് സ്പ്ലെൻഡർ ഓഫ് ഗോഡ് ഇന്ന് മുഴുവൻ അതാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഒരു ഭാഗം നിങ്ങൾ നോക്കണം. അവിടെ പറയാണ് 10-ാമത്തെ വാക്യം, വെള്ളക്കഴുതപ്പുറത്ത് കയറുന്നവരെ, പരവതാനികളിൽ ഇരിക്കുന്നവരെ, കാൽനടയായി പോകുന്നവരെ വർണ്ണിപ്പീൻ. ഇത് കാറ്റഗറൈസ് ചെയ്യുകയാണ്. അതായത് ജനത്തിനെ സാമ്പത്തിക നിലവാരം അനുസരിച്ച് 3 വിഭാഗമായിട്ട് തിരിച്ച്, ഇമ്മൻസ്ലി റിച്ച്, മോഡറേറ്റ്ലി റിച്ച് ആൻഡ് പുവർ. അതിസമ്പന്നർ, സമ്പന്നർ, പാവങ്ങൾ.
വെള്ളക്കഴുതപ്പുറത്ത് കയറുന്നവർ, വെള്ളക്കഴുത എന്ന് പറഞ്ഞാൽ റയറസ്റ്റ് ഓഫ് റയർ ബ്രീഡാണ്. ഈ കഴുതയെല്ലാം കറുത്താണല്ലോ, വെള്ളക്കഴുത വളരെ അപൂർവമാണ്. അപ്പൊ അന്നത്തെ കാലത്ത് ഈ വെള്ളക്കഴുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൈസ ഉള്ളവർക്കാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ ഈ 10 ലക്ഷം രൂപയുടെ ഒക്കെ പട്ടി, അങ്ങനെ ചില ആളുകൾ അങ്ങനത്തെ പട്ടിയെ കൊണ്ടുവരും, നമുക്കറിയാം ഭയങ്കര പൈസ. 3 ലക്ഷം രൂപയുടെ മീന് ഒക്കെ ഉണ്ട്, വളർത്തു മീൻ. അപ്പൊ ഈ അന്നത്തെ ഒരു സ്പെഷ്യൽ ബ്രീഡായിരുന്നു ഈ വെള്ളക്കഴുത. അപ്പൊ വെള്ളക്കഴുതപ്പുറത്ത് കയറുന്നവരെ എന്ന് പറഞ്ഞാൽ നല്ല പൈസയുള്ളവന്മാരെന്നാ. അതായത് നമ്മളെ ബെന്ലിയെ പോവുക അല്ലെങ്കിൽ ലംബോർഗിനിയെ പോവുക എന്നൊക്കെ ഇന്ന് പറയുന്ന പോലെ. അപ്പം സൂപ്പർ റിച്ച് ആയിട്ടുള്ള ആളുകളെ ആഹ്വാനം ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയും ഈ സമയത്ത് പ്രാർത്ഥിക്കുകയും. ഇതേപോലെ ആഹ്വാനം ചെയ്യാണ്. വീതികൾ ശൂന്യമായി കിടക്കുന്നു, പലരും വളഞ്ഞ വഴികളിലൂടെ നടക്കുന്നു. വെള്ളക്കഴുതപ്പുറത്ത് പോകുന്നവരുണ്ടല്ലോ, നിങ്ങൾക്കും പോണമെങ്കിൽ ജനജീവിതം സാധാരണ നിലയിലാകണ്ടേ? അതുകൊണ്ടാണ് പറയുന്നത് പ്രാർത്ഥിക്കുകയും. അടുത്ത് പരവതാനികളിൽ ഇരിക്കുന്നവരെ, മീഡിയം റിച്ച് ആയിട്ടുള്ള ആളുകളാണ്. പരവതാനികളിൽ ഇരിക്കുന്നവരെ പ്രാർത്ഥിക്കുകയും. അടുത്തത് കാൽനടയായി പോകുന്നവരെ, വെറും സാധാരണക്കാരാണ്, ലേ പേഴ്സൺസ്, വെറും റെഗുലർ ഓർഡിനറി ആളുകൾ, പ്രാർത്ഥിക്കുകയും. ഇപ്പൊ നിങ്ങൾ സമ്പന്നരായാലും മധ്യവർഗത്തിൽപ്പെട്ടവരായാലും ഉപരിവർഗത്തിൽപ്പെട്ടവരായാലും സൂപ്പർ റിച്ച് ആയാലും പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും. എന്തൊരു ആഹ്വാനമാണ് നിങ്ങൾ നോക്കി. പ്രാർത്ഥിക്കുകയും. എല്ലാവരും വിളിക്കുകയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി. കാരണം ദൈവത്തിന്റെ ഡെലിവറൻസ്, അതാണ് അവിടുത്തെ സബ്ജക്റ്റ്. ദൈവത്തിന്റെ ഡെലിവറൻസ്, ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും, വിടുവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും, റിസ്റ്റോർ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും, വീണ്ടും മണവാളന്റെ സ്വരവും വീണ്ടും വാദിത്രങ്ങളും സംഗീതവും എല്ലാം നമ്മുടെ തെരുവുകളിൽ കേൾക്കേണ്ടതിന് പ്രാർത്ഥിക്കുകയും. അതാണ് അവിടെ പറയുന്നത്. അതിന് തൊട്ടു മുമ്പാണെങ്കിലും ഇസ്രായേലിന്റെ വലിയ വിടുതൽ നമ്മൾ കണ്ടത്. ചെങ്കടലെ കടന്നിട്ട് പാടുന്നത് കാണുന്നു, ദെബോരയ്ക്ക് വിജയം കിട്ടുമ്പോൾ പാടുന്നത് കാണുന്നു, എരിഹോ കോട്ടയെ തകർക്കുന്നത് കാണുന്നു. മുഴുവൻ ശത്രുവിന്റെ മേലും ഒപ്രഷന്റെ മേലും ദൈവത്തിന്റെ ജനത്തിന് ജയം കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ചത് മുഴുവൻ. ഇന്നത്തെ വായനാഭാഗങ്ങൾ മുഴുവൻ അങ്ങനെയുള്ള ഭാഗങ്ങളാണ്. യോശുവയുടെ പുസ്തകത്തിൽ നിന്നാണെങ്കിലും ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നാണെങ്കിലും പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണെങ്കിലും എല്ലാം അത് തന്നെയാണ് വായിക്കുന്നത്. സിയോനെ എന്നെ ആശ്വസിപ്പിക്കുന്നതാണ് യെശയ്യാവിൽ നിന്ന് നമ്മൾ വായിച്ചത്. ദൈവം നമ്മെ നിശ്ചയമായി വിടുവിക്കും, ആശ്വസിപ്പിക്കും, സഹായിക്കും. പിന്നെയുള്ളത് 2 ദിനവൃത്താന്തം 14-ാം അധ്യായം 8 മുതൽ 15 വരെയാണ്. അവിടെയും നമ്മൾ 2 ദിനവൃത്താന്തം 14-8 മുതൽ അവിടെയും നമ്മൾ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി, യുദ്ധത്തിന്റെ മേൽ നമുക്ക് നൽകുന്ന വിജയമാണ് കാണുന്നത്. 2 ദിനവൃത്താന്തം 14-8. ആസായിക്ക് വൻപരിചയും കുന്തവും എടുത്തവരായി 3 ലക്ഷം യഹൂദ്യരും ചെറുപരിച എടുപ്പാനും വില്ല് കുലപ്പാനും പ്രാപ്തരായി 2,10,000 ബെന്യാമീനരും ഉള്ള ഒരു സൈന്യമുണ്ടായിരുന്നു. ആസ കൊള്ളാമല്ലോ. ആസായിക്ക് 5,10,000 സോൾജിയേഴ്സ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും പരാക്രമശാലികളായിരുന്നു. അനന്തരം കൂശ്യനായ സേരഹ് 10 ലക്ഷം ആളും 300 രഥവുമുള്ള സൈന്യത്തോടുകൂടി അവരുടെ നേരെ പുറപ്പെട്ടു. ഇവർ 5,10,000 ഉണ്ടായിരുന്നു. ഇപ്പം കൂശ്യം വരുന്നത് 10 ലക്ഷമായിട്ടാണ്. 10 ലക്ഷം ആളും 300 രഥവുമുള്ള സൈന്യത്തോടുകൂടെ അവരുടെ നേരെ പുറപ്പെട്ടു. മാരേശ വരെ വന്നു. ആസ അവന്റെ നേരെ പുറപ്പെട്ടു. അവർ മാരേശയ്ക്ക് സമീപം സെഫത്ത താഴ്വരയിൽ പടയ്ക്ക് അണിനിരത്തി. ആസ തന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. കണ്ടോ, ഇതെല്ലാവർക്കും ഷോർട്ടേജ് വരുമ്പോഴാണ് വിളിച്ചപേക്ഷിക്കുന്നത്. ആസായിക്ക് 15 ലക്ഷം ഉണ്ടായിരുന്നു, വിളിക്കാൻ പോകത്തില്ലായിരുന്നു, അടിക്കുള്ളൂ. അപ്പൊ നമ്മുടെ ബലഹീനതയിലാണ് നിലവിളി ഉയരുന്നത്.
അല്ലേ? എൻ്റെ ബലഹീനതയ്ക്ക് തക്കവണ്ണം ഞങ്ങളോട് ഉത്തരം വരണമേ. നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ടില്ലേ? അപ്പം ബലഹീനത എത്രയും വേഗം തിരിച്ചറിയുന്നതിലാണ് വിജയം. നമുക്ക് കൂടുതൽ സൈന്യമൊക്കെ ഉണ്ടെന്ന് ഓർത്ത് പുറപ്പെടരുത്. അപ്പം അതുകൊണ്ട് നമ്മുടെ ആശ്രയം ദൈവത്തിലായിരിക്കണം. നമുക്ക് അതുണ്ടല്ലോ, ഇതുണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ചിന്തകളൊക്കെ കളയണം. അപ്പം അമേരിക്കയിലുണ്ടായിരുന്ന ആളുകൾക്കൊക്കെ അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഏറ്റവും ഒരു കൂടിയ രാജ്യത്താണ് താമസിക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ സൗകര്യങ്ങൾ ഇവിടെയുണ്ട്, ആരോഗ്യ സംരക്ഷണം ഇവിടെയുണ്ട്. ഇവിടുന്ന് അമേരിക്കയിൽ നിന്ന് പല ആളുകളും തിരിച്ച് നാട്ടിൽ പോയിട്ടുണ്ട്. നാട്ടിൽ പോയേക്കാം, റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ നാട്ടിൽ പോയി താമസിച്ചേക്കാം. 2-3 മാസമൊക്കെ അവിടെ നാട്ടിൽ വന്നിട്ട് 2 കോടി രൂപയുടെ ഒരു വീട് വെക്കും. വീട് വെച്ച് കഴിഞ്ഞ് പിന്നെ ഒരു 2 മാസം കഴിയുമ്പോൾ ആളെ പിന്നെ ഇവിടെ കാണാം. അപ്പം നമ്മൾ ചോദിക്കും, അയ്യോ അച്ഛാ നാട്ടിൽ പോയിട്ട് അതൊന്നും നമുക്ക് പറ്റത്തില്ലെന്നേ. ഇവിടുത്തെ ആ മെഡിക്കൽ ഫെസിലിറ്റി ഒന്നും അവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് ഇങ്ങ് പോകുന്ന ഇപ്പം മനസ്സിലായി, മെഡിക്കൽ ഫെസിലിറ്റി അതെല്ലാം ഒരു കേവലം വ്യാമോഹം മാത്രമാണ്. അവരവർക്ക് പ്രയോജനപ്പെടുമ്പോൾ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ മെഡിക്കൽ ഫെസിലിറ്റി കൊണ്ടൊന്നും കാര്യമില്ല. അപ്പം ഇതിലെല്ലാം ആത്യന്തികമായിട്ട് ദൈവത്തിൻ്റെ കരുണയ്ക്കാണ് പ്രസക്തി. അതാണ് ഇവിടെ ആസായെ കാണുന്നത്. ആസായിക്ക് ഉന്നം തെറ്റാതെ എറിയുന്ന ആളുകളും വീരശൂര പരാക്രമികൾ 5,10,000 പേര് കൂടെ നിൽപ്പുണ്ട്. ആരും ചത്തൊന്നുമില്ല. പക്ഷെ ആസായിക്ക് മനസ്സിലായി, എതിരെ വരുന്നവന്റെ ഈ 10 ലക്ഷം പേരും 300 മിസൈലും ഉണ്ട്. 300 രഥവുമുണ്ട്. അപ്പൊ മനസ്സിലായി സംഗതി കുഴപ്പമാണ്. പ്രാർത്ഥിക്കുക, പ്രേ. ആസ അവന്റെ നേരെ പുറപ്പെട്ടു. മാരേശയ്ക്ക് സമീപം സെഫത്ത താഴ്വരയിൽ പടയ്ക്ക് അണിനിരത്തി ആസ തന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ച്, യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. യഹോവേ, നീ ഞങ്ങളുടെ ദൈവം. മർത്യൻ നിന്റെ നേരെ പ്രബലനാകരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ആസായുടെയും യഹൂദയുടെ മുമ്പിൽ കൂശ്യരെ തോൽക്കുമാറാക്കി. കൂശ്യർ ഓടിപ്പോയി. നമ്മുടെ ബലഹീനതയ്ക്ക് തക്കവണ്ണം ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളെ തുണയ്ക്കണമേ, ഞങ്ങളുടെ സഹായത്തിനായി വേഗത്തിൽ വന്നു ചേരണമേ. നമ്മൾ ഈ പ്രാർത്ഥനകൾ കേൾക്കുന്ന അങ്ങനത്തെ അതാണ് നമ്മൾ വായിക്കുന്ന പ്രാർത്ഥനകൾ. ഞങ്ങളെ സഹായിക്കാൻ വേഗത്തിൽ വന്നു ചേരണമേ. പ്രീതിയോടെ സന്തോഷിക്കുന്ന ദൈവം തമ്പുരാനെ, ഞങ്ങൾ പാപം ചെയ്തു പോയത് കൊണ്ട് നീ ഞങ്ങളെ ഞെരിക്കുകയും ശിക്ഷിക്കുകയും അരുതേ. ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാവിനെ പ്രതിയും നിബിയന്മാരെ പ്രതിയും ശ്ലീഹന്മാരെ പ്രതിയും സഹദേന്മാരെ പ്രതിയും എല്ലാ ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും പ്രതിയും സർവശിക്ഷകളെയും ഞങ്ങൾ നിന്ന് നീ വിരോധിച്ച് നീക്കണമേ. കർത്താവേ, കഠിനമായ രോഗത്തിൽ ഞങ്ങളെ നീ അകപ്പെടുത്തരുതേ. നീ കരുണയുള്ള ദൈവമാകുന്നു എന്ന് കൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ക്രോധത്തിന്റെയും ശിക്ഷയുടെയും കാലത്തിൽ ഞങ്ങളുടെ നേരെ നിന്റെ കരുണയുടെ വാതിൽ അടച്ചു കളയരുതേ. ഞങ്ങൾ പാപികളാകുന്നു, ഞങ്ങൾ ഏറ്റുപറയുന്നു. നിന്റെ കരുണയാൽ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ദൈവമേ, കരുണയോടെ അല്ലാതെ കോപത്തോടെ നീ ഞങ്ങളെ ശിക്ഷിക്കരുതേ. ഞങ്ങളുടെ നമസ്കാരങ്ങൾക്കും അപേക്ഷകൾക്കും നിന്റെ കരുണയുടെ വാതിൽ തുറന്നു തരണമേ. നിന്റെ തിരുശരീരവും തിരുരക്തവും ഞങ്ങൾക്ക് സഹായമായി ഭവിക്കണമേ. ജയമുള്ള നിന്റെ ആയുധമാകുന്ന സ്ലീബ നിന്റെ ജനങ്ങൾക്ക് രക്ഷയായിരിക്കണമേ. നല്ല ഇടയനായ കർത്താവേ, ഞങ്ങളുടെ നൊമ്പരങ്ങളെ നീ കേൾക്കണമേ. ഞങ്ങൾ സങ്കടത്തോടെ നിന്റെ അടുക്കൽ നിലവിളിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾക്ക് മോചനം നൽകണമേ. മനസ്സിലുള്ള ദൈവമേ, നിന്റെ അടുക്കലല്ലാതെ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകേണ്ടു? നിന്നെ അല്ലാതെ ആരെ ഞങ്ങൾ വന്ദിക്കേണ്ടു?
അപേക്ഷിക്കുവാനും പ്രാർത്ഥിക്കുവാനും വന്ദിക്കുവാനും നീയല്ലാതെ ആരും ഞങ്ങൾക്കില്ല. ആയതുകൊണ്ട് തമ്പുരാനെ, നിന്നെ തൃക്കൈ നീട്ടി ഞങ്ങളെ വാഴ്ത്തണമേ. ഈ ലോകത്തെ നീ കാത്തുകൊള്ളണമേ. തിരുവുള്ളം കൊണ്ട് ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയ ദൈവമേ, തിരുവുള്ളക്കേട് കൊണ്ട് ഞങ്ങളെ നീ നശിപ്പിച്ചു കളയരുതേ. ഞങ്ങളുടെ നേരെ നീ കോപിക്കാതെ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ അനീതികൾ നിമിത്തം ഉണ്ടായിട്ടുള്ള ഈ ശിക്ഷയെ ഞങ്ങളിൽ നിന്ന് നീ വിരോധിക്കണമേ. നിന്റെ ഉഗ്രകോപത്തിൽ നിന്ന് നീ ശാന്തപ്പെടണമേ. നിന്നെ ഞങ്ങൾ കോപിപ്പിച്ചു എങ്കിലും നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നതിനാൽ നീ ഞങ്ങളോട് നിരപ്പാകണമേ. നീ ഞങ്ങൾക്ക് അനുതാപത്തിന് ഹൃദയവും കണ്ണുനീരുകളും തരണമേ. നിന്റെ വിശുദ്ധ സ്ലീബായാൽ ഞങ്ങളെ രക്ഷിക്കണമേ. കാരുണ്യവാനും ദീർഘക്ഷമയുള്ളവനുമായ കർത്താവേ, നിന്റെ തിരുരക്തത്താ നീ രക്ഷിച്ചിരിക്കുന്ന നിന്റെ ജനങ്ങളെ കുറിച്ച് മനസ്സിലുണ്ടാകണമേ. ഈ ലോകത്തോട് അനുകമ്പ തോന്നണമേ. വൃദ്ധന്മാരെയും യൗവനക്കാരെയും കുഞ്ഞുങ്ങളെയും മരണം വിഴുങ്ങിയിരിക്കുന്നു. കരച്ചിലും വിലാപവും കേൾക്കപ്പെടുന്നു. മഹാമാരിയുടെ ദുരിതങ്ങളിൽ നിന്ന് വിടുതൽ നൽകണമേ. കർത്താവേ, നിന്റെ തൃക്കൈ നീട്ടി ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങളും നശിച്ചു പോകുമല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ അസംഖ്യമെങ്കിലും നീയല്ലാതെ ഞങ്ങൾക്ക് ആശ്രയവും രക്ഷയും വേറെയില്ലാത്തത് കൊണ്ട് കരുണയോടെ ഞങ്ങളെ തൃക്കൺ പാർത്ത് എല്ലാവരെയും രക്ഷിക്കണമേ. സകലത്തെയും നീ കൃപയോടെ കാത്തു പരിപാലിക്കണമേ. ഞങ്ങളെല്ലാവരും കൂടി നന്ദിയുള്ള ഹൃദയത്തോടെ നിന്നെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിച്ച് സ്തോത്രം ചെയ്യുവാൻ കൃപയോടെ ഞങ്ങൾക്കിടയാക്കുകയും ചെയ്യണമേ. ഹോശോ ഉപകൂല സുബാൻ ലഉൽമീ.